വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഒന്നരായ ഉസ്താദുമാരെ, ഈ ജമാഅത്തിൻ്റെ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ, ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന രക്ഷിതാക്കളെ, സഹോദരന്മാരെ, ഇതുപോലെയുള്ള എല്ലാ വേദിയുടെയും നിറസാന്നിധ്യങ്ങളായ ഉമ്മമാരെ, സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സംഗമത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മുടെ പ്രവർത്തകർ എന്തിനാണ് ഇങ്ങനെ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വിശാലമായി നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആമുഖം ദീർഘിപ്പിക്കാതെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അപ്പോഴേക്ക് ബഹുമാന്യരായ സയ്യിദ് അവറുകളെത്തും. ദുആയും മറ്റ് ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സന്തോഷകരമായൊരു വേദിയാണിത്. ഉസ്താദുമാരോടൊപ്പം, മുതഅല്ലിമീങ്ങളോടൊപ്പം, നമ്മുടെ ഈ ജമാഅത്തിൻ്റെ കാരണവന്മാരോടൊപ്പം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ദീന് കേൾക്കാൻ, അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പഠിക്കാൻ. നമ്മൾ ഈ നിലകൊള്ളുന്ന വലിയ ആദർശ പ്രസ്ഥാനത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന ഗുണഫലങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ സംഭവങ്ങൾ, സംരംഭങ്ങൾ നടന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെയും മെഡിക്കൽ ക്യാമ്പ് നടന്നു, സൗജന്യ മരുന്ന് വിതരണം നടന്നു. എന്തുകൊണ്ട് റിഫായി ഷെയ്ഖിൻ്റെ ആണ്ടനുസ്മരണത്തിൻ്റെ ഭാഗമായി അത്തരം ചില സേവന പ്രവർത്തനങ്ങൾ മഹാനുഭാവൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൻ്റെ വിലായത്തിൻ്റെ മാർഗമായി, സാധനയുടെ രീതിയായി വളരെ പ്രാധാന്യത്തോടുകൂടെ സ്വീകരിച്ചത് ജനസേവനമായി. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് അത് സൂചിപ്പിക്കണ്ടേ. എല്ലാവർക്കും അവരുടേതായ ചില രീതികളുണ്ടെന്നും അതുവഴി അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുമെന്നും അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായി മാറുമെന്നും തസൗഫിൻ്റെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കാര്യം. ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് ജീലാനി തങ്ങൾ വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാവുകയും 10-25 വർഷക്കാലം താൻ പഠിച്ചതെല്ലാം ഒറ്റയ്ക്ക് കാട്ടിലൂടെയും മരുപ്രദേശങ്ങളിലൂടെയും ജീവിച്ച് സഞ്ചരിച്ച് പ്രയോഗവൽക്കരിക്കുകയും പിന്നീട് 40-45 വർഷം അതിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ലക്ഷക്കണക്കിന് അനുയായികളെയും ശിഷ്യരെയും വലിയ വലിയ പണ്ഡിതന്മാരെയും സൃഷ്ടിച്ചു വാർത്തെടുത്തു. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ പോലെ തന്നെ ഏകദേശം അതേ കാലത്ത് ജീവിച്ച റിഫായി ഷെയ്ഖ് തങ്ങളും വിജ്ഞാനത്തിന്റെ കൊടുമുടിയിൽ ആരോഹണം ചെയ്യുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മദ്ഹബിന്റെ ഇമാമുമാരുടെയൊക്കെ ആ തലത്തിലേക്ക് എത്തിയ വിജ്ഞാനം നേടിയിട്ടുണ്ട് മഹാനുഭാവൻ. ധാരാളം ശിഷ്യന്മാരുണ്ട്, ലക്ഷക്കണക്കിന്. അവരെ എല്ലാവരെയും ആത്മീകമായി ഏറ്റവും ഉന്നതിയിലേക്ക് പിടിച്ചു നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയും മഹാനുഭാവൻ തൻ്റെ അള്ളാഹുവിലേക്കുള്ള ഉസൂലിന്റെ പാഥേയമായി തെരഞ്ഞെടുക്കുന്നത് ജനസേവനമായി. നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗമല്ല, ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. റിഫായി ഷെയ്ഖിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ നമ്മൾ മഹാനുഭാവനെ കുറിച്ചൊന്നും പറയാതിരുന്നാൽ അതൊരു അനാദരവാകുമെന്ന് ഭയപ്പെട്ടു. വലിയ പണ്ഡിതൻ, ആ നാട്ടിലെ വലിയ ഒരു സംഘത്തിന്റെ ഉസ്താദ്, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന മഹാവ്യക്തിത്വം.
അങ്ങനെ ആയിരിക്കെ തന്നെ ഷെയ്ഖ് റിഫാഈ തങ്ങൾ ഓരോ അവശരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചു, അതിനുവേണ്ടി നടന്നു. അങ്ങനെ വിറകൊടിച്ചു കൊണ്ടുവരുന്നുണ്ട്, അങ്ങാടി പോയി വിൽക്കുന്നുണ്ട്. അതിൻ്റെ മൂല്യം ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അഗതികളും അനാഥരുമാകുന്ന പലരെയും തൻ്റെ സ്വന്തം ചെലവിൽ പോറ്റി വളർത്തുന്നുണ്ട്. നിരവധിയായ വിധവകൾക്ക് അവശ്യ സാധനങ്ങളും വസ്തുക്കളും വിറകടക്കം കൊണ്ടുപോയി സ്വന്തം ചുമലിൽ ചുമന്ന് അവരെ വീട്ടിലെത്തി അവരെ സഹായിക്കുന്നത് പല ഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആരാണിതെന്ന് കൂടെ ആലോചിക്കണം. വലിയ പണ്ഡിതൻ, മഹാനുഭാവനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം വിസ്തരിച്ചെഴുതുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഈ സേവന മനസ്ഥിതിയും അതുവഴി മഹാനുഭാവൻ നേടിയെടുത്ത ഔന്നത്യത്തിന്റെ വിവിധങ്ങളായ രീതികളുമായി. വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിൽ ഷെയ്ഖ് റിഫാഈ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, എല്ലാവരും ഒരുപോലെ പറയുന്നൊരു സംഗതി മഹാനുഭാവൻ അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് പഠിച്ചറിഞ്ഞതിനെ കുറിച്ചാണ്. അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. സലക്തു കുല്ലത്തുറുക്കിൽ മൂസിലത്തി ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗവും ഞാൻ പരിശോധിച്ചു, അന്വേഷിച്ചു, പഠിച്ചു. എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത് റഅയ്തു അഖറബ വഅസ്ഹല വഅസ്ലഹ മിനൽ ഇഫ്തിഖാരി വദ്ദുല്ലി വൽഇൻകിസാരി. വളരെ ദരിദ്രനെ പോലെ ജീവിക്കുക, ദരിദ്രർക്ക് സേവനം ചെയ്യുക, മോഹങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പാടേ മുറിച്ച് കളയുക. ഇതിനേക്കാൾ സുതാര്യമായ എളുപ്പമുള്ള ഒരു മാർഗം അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നാൽ മറ്റൊന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതേ സേവന സന്നദ്ധത നമ്മൾ ഷെയ്ഖ് ജീലാനി തങ്ങളിലും കാണുന്നുണ്ട്. ഈ ഭൂമി മൊത്തം എനിക്ക് ലഭ്യമായാൽ എത്ര സന്തോഷമായിരുന്നു എന്ന് മഹാനുഭാവനും പറയുന്നുണ്ട്. അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, അതൊക്കെയും പാവപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്തു തീർക്കാൻ, അതൊക്കെയും വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകി സഹായിക്കാൻ. ഞാൻ അറബിയും കിതാബും കൂടെ വായിച്ച് സമയം എടുക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. സയ്യിദ് അവറുകൾ അപ്പോഴേക്കും എത്തും. നോക്കൂ, നിങ്ങൾ വലിയ പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് ശിഷ്യരെ വാർത്തെടുത്തവർ, മദ്ഹബിന്റെ ഇമാമുമാരെ പോലെ വിജ്ഞാനം നേടിയവർ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാവപ്പെട്ട അനാഥകളെ സംരക്ഷിക്കുന്നു. പാവപ്പെട്ട വിധവകൾക്ക് വിറകും ഭക്ഷണ സാധനങ്ങളും മുറതെറ്റാതെ എത്തിച്ചു കൊടുക്കുന്നു. ഈ ഭൂമി മൊത്തം എനിക്ക് ലഭ്യമായാൽ അതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത് തീർക്കാനുള്ള മോഹം പ്രകടിപ്പിക്കുന്നു. മഹാനായ മൊയ്തീൻ ശൈഖ് തങ്ങൾ കപ്പലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. മഹാനുഭാവന് കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തിന്? കച്ചവടം നടത്തും. പല വസ്തുക്കളുടെയും ഹോൾസെയിൽ കച്ചവടം നടത്തി. എന്തിനാ ഇതൊക്കെ? അതിൽ നിന്നുള്ള ലാഭം പാവപ്പെട്ടവരെയും ദീനീ സംരംഭങ്ങളിലെയും ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പം നേടാൻ. അതുകൊണ്ട് തന്റെ സഹോദരിയുടെ പുത്രനെ വിളിച്ച് മഹാനായ റിഫാഈ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. മോനെ, വളരെ സൂക്ഷ്മമായി നീ ജീവിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകളെ മൊത്തം ആദരിക്കണം, അതോടൊപ്പം ജനങ്ങൾക്ക് ആർദ്രതയോടുകൂടെ നീ നിന്റെ ഇടപാടലുകൾ നടത്തണം, ജനങ്ങളോട് വളരെ ഹൃദ്യമായി ഇടപെടണം, അവിടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഠിനമായി നീ അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം, അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നീ പിന്തുടരണം. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായി ജനിക്കാൻ നമുക്ക് സാധ്യമായി എന്നത് റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ നിഅമത്തുകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത് അതിൽ വരുന്നുണ്ട്, നല്ല ഭവനം വരുന്നുണ്ട്, യാത്രയ്ക്ക് സൗകര്യപ്രദമായ വാഹനം അല്ലാഹു നൽകുന്ന നിഅമത്താണെന്ന് ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമായ നിഅമത്തുകളിൽ, റഹ്മത്തുകളിൽ ഏറ്റവും പ്രാധാന്യം അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായി നമ്മളൊക്കെ വന്നു എന്നുള്ളതാണ്. നമ്മളത് എത്രമേൽ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. നേരത്തെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ദീനിൽ ജനിക്കാനും വളരാനും ഒക്കെ സാധിച്ചിട്ടും ആ ദീനിന്റെ മഹത്വം ഉൾക്കൊള്ളാതെ വിവിധങ്ങളായ അനർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് കുറച്ചാളുകളൊക്കെ. ജനറൽ ചെയ്ത് പറയാൻ ഞാനാളല്ല. നേരം വെളുക്കുവോളം പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം മാത്രമാണ്. പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ ദിവസം ഒരു ഖത്ം തീർക്കുന്നവർ, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തേതും, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെയും ഖത്ം ചേർക്കുന്ന ചെറുപ്പക്കാരെ എനിക്ക് നേരിട്ടറിയാം.
ജനങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന കുറേ ദീനി പ്രവർത്തകരുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ വിശുദ്ധമായ ആദർശത്തിൽ ജനിക്കാൻ സാധിച്ചിട്ട് യഥാർത്ഥ ദീനിന്റെ മഹത്വം ഉൾക്കൊള്ളാതെ അതിൽ നിന്ന് വിഘടിച്ചു പോകുന്ന കുറേ ആളുകൾ നമ്മൾ കാണേണ്ടി വരുന്നു. ആ ഗതികേടിന്റെ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് തന്നെ ഞാൻ ആവർത്തിക്കാം. വിവിധങ്ങളായ നിയമ തടസ്സങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ. ഇനി എന്താകുമെന്ന ആശങ്കയിൽ വല്ലാതെ പിരിമുറുക്കത്തിലാണ് ഈ സമൂഹം. ഒന്ന് കഴിയുമ്പോഴേക്കൊന്നും, ഒന്ന് തീരുമാനമാകുമ്പോഴേക്കും മറ്റും. എപ്പോഴും മതേതരത്വം തെളിയിച്ചുകൊണ്ടിരിക്കാൻ ഈ സമൂഹം മാത്രം നിർബന്ധിതരാണ്. ഈ സമൂഹത്തിലെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്താൽ ഞങ്ങൾക്ക് ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല എന്ന് വിളിച്ചു പറയാൻ ഈ സമൂഹത്തിലെ പണ്ഡിത നേതൃത്വവും നമ്മുടെ മറ്റുള്ള എല്ലാ നേതാക്കളും നിർബന്ധിതരാവുകയാണ്. കാരണം മതേതരത്തെ ഇടക്കിടക്ക് തെളിയിച്ചുകൊണ്ടിരിക്കണം നമ്മൾ മാത്രം. എന്തുകൊണ്ടാണ് ഈ വിധത്തിലേക്ക് ഒരു അവഗണനയിലേക്ക് നമ്മൾ എത്തിയത്? നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച നമ്മൾ ഐക്യത്തിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ആത്മീയ വേദിയിൽ ഷെയ്ഖ് റിഫായി തങ്ങളെ കുറിച്ച് പറയുന്ന വേദിയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അധമത്വം ഈ സമൂഹത്തിന് മുകളിലേക്ക് വന്നു വരുന്നത്? നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മുമ്പ്. നമ്മളെ കാണുമ്പോൾ എല്ലാവരും ആദരിക്കുമായിരുന്നു. ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയിലൂടെ ആശാൻ പറയുന്ന ചില വരികൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ. എത്രയോ ദൂരെ അകലത്ത് നിൽക്കണം ഒരു ഏഴച്ചറമൻ, ജാതിശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ശൂദ്ര വിഭാഗം. ബ്രാഹ്മണനും ക്ഷത്രിയനും വരുന്ന വഴിയിലേക്ക് കയറാൻ പറ്റൂലേ? അവരുടെ മുന്നിൽ കൂയിന്നും പറഞ്ഞ ഒരാൾ പോകും. എന്തിനാ? ഇതേ ബഹുമാനപ്പെട്ട സവർണനാകുന്ന ബ്രാഹ്മണൻ എഴുന്നള്ളുന്നു, ബാക്കിയുള്ളവരൊക്കെ ദൂരെ നിന്ന് മാറി നിൽക്കൂ എന്നും പറഞ്ഞിട്ട് അവരെ വഴി നടക്കാൻ സമ്മതിക്കൂല. അവരെ അമ്പലത്തിൽ പ്രവേശിക്കൂല. അവർക്ക് പൊതു ടാപ്പുകളിൽ നിന്ന്, ജല സംവിധാനങ്ങളിൽ നിന്ന് വെള്ളമെടുക്കാൻ പറ്റൂല. ജോലിക്ക് വിളിച്ചാൽ പോലും അവർക്ക് പാത്രത്തിൽ കഞ്ഞി കൊടുക്കൂല. നിലത്ത് കുഴി കുത്തിയിട്ട് ആ കുഴിയുടെ മുകളിൽ വാഴയുടെ ഇലയ്ക്ക് എങ്ങനെ കമത്തി വെച്ചിട്ട് അതിലൊഴിച്ചു കൊടുക്കുമായിരുന്നു. എല്ലാവരും ഉപയോഗിക്കുന്ന സഭ്യമായ ഭാഷ പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഉപ്പുണ്ടോന്ന് ചോദിക്കാൻ പാടില്ല. ഒരിത്തിരി ഉപ്പ് തരൂന്ന് ചോദിക്കാൻ പറ്റൂല. ചോദിച്ചാൽ കഠിനമായി പീഡിപ്പിക്കുമായിരുന്നു. പിന്നെ ആ പുളിക്കണതുണ്ടോ എന്ന് ചോദിക്കണം. വീട് എന്നോ ഭവനമെന്നോ ഒന്നും അവരുടെ ആ വാസസ്ഥാനത്തെ കുറിച്ച് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ എന്ത് ഉപയോഗിക്കണം? ചെറ്റപ്പുര എന്ന് ഉപയോഗിക്കണം. ആ ചെറ്റപ്പുരയുടെ സാമാസം ഒന്ന് അഴിച്ച് മലയാള ഭാഷ പഠിക്കുന്ന കാലത്തൊന്ന് അർത്ഥം വെച്ച് നോക്കും നമ്മൾ. ചെറ്റയുടെ പുരയാണിത്. ഇவ்விധം വല്ലാതെ ബുദ്ധിമുട്ടിക്കപ്പെട്ട ആ സമൂഹം നേരെ പോയി പൊന്നാനി പോയി മുസ്ലിമായി തൊപ്പിട്ട് വന്നാൽ പിന്നെ അവൻ ഉന്നതനായി തീർന്നു. എല്ലാ സ്റ്റേജിലും അവന് പ്രവേശനമുണ്ട്. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. ജാതി വ്യവസ്ഥ കണ്ടതുകൊണ്ട് മാത്രമൊന്നുമല്ല. അയാൾ ബംഗാളിൽ നിന്നാണ് വരുന്നത്. അവിടെ ജാതി വ്യവസ്ഥ എത്രമേൽ ക്രൂരമായി ഉണ്ട്. അദ്ദേഹം ട്രെയിൻ ഇറങ്ങുന്നത് മദിരാശിയിലാണ്, ഇന്നത്തെ ചെന്നൈയിൽ. അവിടെ ജാതി വ്യവസ്ഥ ഇപ്പോൾ പോലും ഇല്ലാതായിട്ടില്ല. എന്നിട്ട് ജാതി വ്യവസ്ഥ കണ്ടതുകൊണ്ടൊന്നും അല്ലായിരുന്നു മൂപ്പർക്ക് കേരളം ഭ്രാന്താലയം എന്ന് തോന്നിപ്പോയത്. ഇതൊക്കെ മുന്നിൽ വെച്ചിട്ടായിരുന്നു. അത്രമേൽ നമ്മൾ ആദരിക്കപ്പെട്ട ഒരു സമൂഹം എന്തുകൊണ്ട് നിരന്തരമായി ദേശസ്നേഹവും മതേതരത്വവും തെളിയിക്കാൻ നിർബന്ധിതരാകുന്നു? ഒരനൈക്യത്തിന്റെ പ്രശ്നം മാത്രമല്ല ഇത്. ആത്മീയതയുടെ രീതിയിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിച്ചു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. എനിക്ക് ആത്മാർത്ഥത മാത്രമേ ഉള്ളൂ അത് പറയാം. ആത്മീയതയുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിച്ചപ്പോ പടച്ച റബ്ബിന്റെ സഹായത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകേണ്ടി വന്നു. അതുകൊണ്ട് പ്രസിദ്ധങ്ങളായ ചില വിധികളൊക്കെ വന്നത് 10-13 കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ അനുകൂലമായി എണ്ണിപ്പറഞ്ഞ് അവസാനം അതുകൊണ്ട് ബാബരി മസ്ജിദ് അങ്ങനെ ആക്കണം എന്നായിരുന്നു.
എങ്ങനെ സംഭവിക്കുന്നത്? എത്രയോ ദൂരെ മാറി സഞ്ചരിക്കേണ്ടി വരുന്ന ശൂദ്രൻ ഈ മതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടെ എല്ലാവരേക്കാളും മികച്ചവനായി മാറിയിരുന്നതിൽ നിന്ന് എന്തുകൊണ്ടാണ് അധമത്വത്തിന്റെ അധസ്ഥിതത്വത്തിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയത്? ഒറ്റ വാക്കാണ് അതിന് ഏറ്റവും പ്രധാനം: ആത്മീയതയുടെ ലോകം. നിസ്കാരം ഒരു ചടങ്ങായി മാറി, അല്ലേ? ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഒക്കെ മേഖലയിൽ നിന്ന് പലപ്പോഴും സീരിയലിന്റെയും സിനിമയിലെയും അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് പറയാൻ വേണ്ടി മറ്റു പലരും വന്നിട്ട് ചാനലിലൊക്കെ കേറിയിട്ട് ഇങ്ങനെ താന്തോന്നിത്തം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് സഹിക്കാൻ പലപ്പോഴും ഈ സമൂഹം നിർബന്ധിതരാകുന്നു. മഹാന്മാരോടുള്ള ആദരവിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു. എന്തിന്റെ കാരണം പറഞ്ഞാലും പിന്നെ നമ്മൾ ഒന്നിച്ച് തുഴഞ്ഞതുകൊണ്ടൊന്നും ഈ ആത്മാവില്ലാത്ത ഈ ഒരു ശരീരത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ സെക്രട്ടറി സാഹിബ് പറഞ്ഞത് അതിന്റെ പ്രാഥമികമായ ഒരു സംഗതി തന്നെയാണ്. എനിക്കറിയാം, നമ്മൾ ഐക്യത്തിൽ മുന്നേറണമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ, അതിൽ പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയവർ നമ്മൾ. കുറെ കാലം അങ്ങനെ ദീനിലൂടെ നടക്കുക എന്നുള്ളതല്ല പ്രധാനം. മനുഷ്യർ ദീനിലൂടെ അങ്ങനെ പോകുന്നതിനിടയിൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ശേഷിക്കെ അവൻ ദീനീ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അങ്ങനെ നരകത്തിൽ പോകേണ്ടി വരുമെന്നും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഇന്ന് ഓതിക്കൊടുത്ത ബുഖാരി ഷരീഫിൽ പോലും ആ ഹദീസ് കടന്നു വന്നിട്ടുണ്ട്. യാദൃച്ഛികമാവാം, ബോധപൂർവം അത് തിരഞ്ഞെടുത്തൊന്നുമല്ല. ഞാൻ സ്ഥിരമായി ഓതിക്കൊടുക്കുന്നതിന്റെ ബാക്കി ഭാഗം ഓതിയപ്പോൾ ഇന്ന് ഹദീസ് കടന്നു വന്നിട്ടുണ്ട്. മറിച്ചും കുറെ ആളുകൾ നരകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും, വിശ്വാസവും ആചാരവും കർമ്മങ്ങളും. അങ്ങനെ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം മരിച്ചാൽ അപ്പൊ വീണുപോകും. അപ്പോഴേക്ക് അവൻ ദീനിന് അനുകൂലമായ എന്തെങ്കിലും വിശ്വാസമോ എന്തെങ്കിലും പ്രവൃത്തിയോ നടത്തും. അങ്ങനെ സ്വർഗത്തിന്റെ നിത്യവാസിയും അവകാശിയുമായി മാറും. ഇതുകൊണ്ടാണ് നമ്മുടെ പൂർവികരാകുന്ന മഹാന്മാരൊക്കെയും അവരുടെ മരണവക്രത്തിൽ പോലും മക്കളെ വിളിച്ചുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയത് അനന്തരാവകാശം എന്ത് ചെയ്യണം എന്നതല്ലായിരുന്നു. അങ്ങിങ്ങുള്ളതായ വസ്തുവകകളോ എന്തൊക്കെയായിട്ട് നിങ്ങൾ ഓഹരി വെക്കണം എന്നതല്ലായിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ച് മരണവക്രത്തിൽ ഉപദേശിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 130 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ മതമാക്കി തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട യുവതികളെ, നമ്മൾ ആ ഒരു അവസരത്തിലാണ് നമ്മൾ. അള്ളാഹു നിങ്ങൾക്ക് മതത്തെ ദീനായി തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. വല്ലാത്തൊരനുഗ്രഹം. എന്നിട്ട് മഹാനുഭാവൻ ഒന്നുകൂടെ ഉപദേശിക്കുന്നുണ്ട്. അതാണ് വളരെ പ്രാധാന്യമുള്ളത്. മുസ്ലിങ്ങളാവാതെ ഇനി മരിക്കാൻ പാടില്ല. മുസ്ലിങ്ങളായിട്ടേ മരിക്കാവൂ. തലതിരിഞ്ഞ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ലിബറൽ കാലത്ത് ജീവിക്കുമ്പോ മനുഷ്യന്റെ ആത്മാവിനെ മൊത്തം തകർക്കാനുള്ള വ്യത്യസ്തങ്ങളായ ആന്തോളനങ്ങൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ സ്വാധീനിക്കപ്പെടുന്ന വിവിധങ്ങളായ വൃത്തികേടുകൾ എത്രയാണ്. ഞാൻ എറണാകുളത്താണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഫിനാലെയും അടിഞ്ഞുകൂടുന്നൊരു സ്ഥലമാണ്. നല്ല ശ്രദ്ധ വേണമെന്ന്, സൂക്ഷ്മത വേണമെന്ന് കേരളത്തിന്റെ മറ്റുള്ള ഇടങ്ങളിൽ പാർക്കുന്നവരെക്കാളും ദീനീപരമായ ഉത്കർഷമായ ചിന്ത നിങ്ങൾക്കുണ്ടാവണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക. എങ്ങനെ മനുഷ്യൻ നശിക്കുക, അതിൻ്റെ എല്ലാ മോഡലുകളും നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ടുണ്ട്. മയക്കുമരുന്നുകൾ 11 ടൈപ്പ് ധാരാളമായി വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള സംഗതികൾ ഈ വിശുദ്ധമായ വേദിയിൽ പറയാൻ എനിക്ക് പ്രയാസമാണ്. അത്രക്ക് വൃത്തികേടുകൾ. ഇതെല്ലാം നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട യാത്രയിലാണെന്ന ബോധത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്നു എറണാകുളം ടൗണിൽ. രാവിലെ 10 മണിക്കാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ജോലി കിട്ടും, നന്നായിട്ട് ശമ്പളം കിട്ടും. എത്ര സൂക്ഷ്മതയോടുകൂടെയായിരിക്കും അന്നത്തെ നമ്മുടെ മുന്നൊരുക്കങ്ങൾ. എറണാകുളത്തിന്റെ സ്ഥിരം ട്രാഫിക് ജാമും ബ്ലോക്കും അറിയുന്ന നിങ്ങൾ സുബയുടെ മുന്നേ തന്നെ പുറപ്പെടും. കാര്യം അവിടെ 10 മണിക്ക് എത്തേണ്ടതുണ്ട്. ആ
ഒരു യാത്രയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയും. എന്തെങ്കിലും നാടകമോ സർക്കസോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തിരി നേരം നിൽക്കാൻ നമ്മൾ വിചാരിക്കും. ഒന്ന് ലാവിഷായിട്ട് ചായക്ക് കുടിക്കാന്ന് കരുതുമോ? ലുലു മാളിൽ ഒന്ന് കയറി കറങ്ങാൻ നമ്മൾ വിചാരിക്കുമോ? ഇല്ല. നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള ലക്ഷ്യത്തിന് വേണ്ടി പരമാവധി സൂക്ഷ്മമായി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഒരാൾ അങ്ങനെ അല്ലാതെ പോയാലോ? കാണുന്ന വഴിയിലുള്ള എല്ലാ സംഗതിയും നോക്കി നിന്നുകൊണ്ടിരുന്നു. ലുലു മാളിലൊക്കെ ഒന്ന് കയറി മൂപ്പരാളൊന്ന് റൗണ്ട് ചുറ്റി വന്നു. അവിടെ എത്തിയപ്പോഴേക്ക് 12 മണിയായിട്ടുണ്ട്. 10 മണിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു പോയി. അവനെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കും? ഏറ്റവും വലിയ പമ്പര വിഡ്ഢിയായിട്ട് മനസ്സിലാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂവിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂവിന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ സഞ്ചാരത്തിനുള്ള യാത്രയെക്കുറിച്ച് ഖുർആൻ നിരന്തരമായി ഉദ്ബോധിപ്പിക്കുന്നു. ഇത്തിരിയൊന്നുമല്ല, ഖുർആനിൽ 1/3 ഭാഗം ആഖിറത്തിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും പിന്നീടുണ്ടാകുന്ന ഏറ്റവും സന്തോഷകരമായ ജീവിതത്തെയും മറുവശത്ത് വളരെയേറെ മാരകമായ ജീവിതത്തെയും നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച സൂക്തം പോലും സൂറത്തുൽ ബഖറയുടെ 251 ഈ ഒരു ഇന്റർവ്യൂ യാത്രയെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ട ഒരു ദിനം വരും. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം. ആ യാത്രക്ക് പോകുന്നതിനിടയിൽ നമ്മുടെ കുട്ടികൾ ട്രാൻസ്ജെൻഡറിന്റെ അവിടെ തിരിഞ്ഞു കളിക്കുന്നു, ലെസ്ബിയൻ ആവാൻ പോകുന്നു, കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ പെൺപിള്ളേരൊക്കെ കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. എന്നിട്ടോ അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതിന് സ്വന്തം പണം വേണം, അതിന് ജോലി ചെയ്യണം. എന്നിട്ട് കല്യാണത്തിനെ കുറിച്ചൊക്കെ വീട്ടുകാർ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊന്ന് സ്വന്തം നിലകൊള്ളട്ടെ, സ്വന്തം ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുമല്ല ഗുസ്തിക്ക് പോണത് പോലെ രണ്ടാളും തയ്യാറെടുപ്പ് നടത്തുകയാണ്. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം, സ്വന്തം ശമ്പളം വേണം, ആളെ ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കണം. ഇതെന്തിനു പോക്കാ? ഇതെന്തിനുള്ള പോക്കാണ്? നമ്മൾ ഗുസ്തി നടത്താൻ പോവാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നടത്തി, കരാട്ടയിൽ 4-5 ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നേടി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാവിധ പക്വതയും നേടി, നല്ല സാമ്പത്തിക ഭദ്രത ഒക്കെ നേടിയിട്ട് അങ്ങനെ വേണോ വേണ്ടേ? അത് നിഷിദ്ധമാണോ അല്ലേ? അതൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യണത്. നമ്മുടെ സംസ്കാരം മാറിപ്പോകുന്നു. എനിക്കും വേണം ജോലി, എനിക്കും വേണം ശമ്പളം, എന്നിട്ട് വേണമെങ്കിൽ കൂടെ കിടക്കാൻ ഒരുത്തൻ, അതിനപ്പുറമുള്ള ആത്മീയമായ ബന്ധങ്ങൾ മാറിപ്പോകുകയാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിതറുന്ന പൂന്തിങ്കളാവാൻ പെണ്ണിന് മനസ്സ് വരണില്ലേ? അങ്ങനല്ല പെണ്ണ്. ഇനി എന്താവണം? അടിക്കണം, പൊളിക്കണം. ഇതിനു വേണ്ടി മാത്രം അവർ ജീവിതം മാറ്റിവെക്കുന്നു. ഞാൻ എല്ലാവരെയും ജനറൽ ചെയ്ത് പറയല്ലോ കേട്ടോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. എന്നാലും അത് ആശങ്കയോടുകൂടെ നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ തന്നെ കോഴിക്കോടിൽ നിന്നുള്ള ഒരു ഉസ്താദ് ഫോൺ ചെയ്തു. അന്ന് ഞാൻ യാദൃച്ഛികമായിട്ട് എറണാകുളം കഴിഞ്ഞ ആഴ്ച ഞാൻ അർജന്റായ പ്രോഗ്രാമിന് കയറാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറയാം, ഈ 10ാം ക്ലാസ്സിലെ പിള്ളേർ മൊത്തം ഞങ്ങളിനി കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനം പെൺപിള്ളേർ. അപ്പൊ അവരെ എന്നോട് തുറന്നു പറഞ്ഞു. അവരോട് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്താ ഞാൻ ചെയ്യാന്നൊക്കെ ചോദിച്ച ആള് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ കോഴിക്കോട് വന്നിട്ട് സംസാരിച്ചാൽ പോലെ. അല്ല, ഇപ്പൊ വേണം എന്ന് പറഞ്ഞു അയാൾ. ഞാനേതായാലും മുമ്പ് തെരഞ്ഞെടുത്ത് വെച്ച ഒരു റിപ്പോർട്ട് തപ്പിപ്പിടിച്ച ആൾക്ക് വിട്ടുകൊടുത്തു. ഒരു 30 വർഷം മുന്നേ എല്ലാ പെൺകുട്ടികളൊന്നും ഇതിനെക്കുറിച്ച് പറയാത്ത, സംസാരിക്കുന്നത് ജാള്യമായി കരുതുന്ന ഒരു കാലത്ത് എനിക്ക് സ്വന്തമായിട്ടേ ജീവിക്കുള്ളൂ, ഞാൻ കല്യാണം കഴിക്കൂല, എനിക്കൊരാണിന്റെ സഹായം വേണ്ട, തുണ വേണ്ട, ഞാനങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും എന്നൊക്കെ പറയുന്നത് ഒരു മാനക്കേടായിരുന്ന കാലത്ത് 30 വർഷം മുന്നേ അന്നത്തെ ഒരു സിനിമാ നടി അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു. അവര് പിന്നെ കല്യാണം വേണ്ടെന്നും കരുതി ജീവിച്ചു. ഇന്ന് അവരുടെ ദുരന്തത്തെ കുറിച്ചുള്ള റിപ്പോർട്ട്. ഇപ്പൊ പണം കഴിഞ്ഞു, പ്രതാപം കഴിഞ്ഞു, ശരീരത്തിന്റെ സൗന്ദര്യമൊക്കെ ഉടഞ്ഞുപോയി, ചുളിവുകൾ വന്നു, രോഗം ബാധിച്ചു, ഒറ്റക്കുള്ള ജീവിതം കൊണ്ട് കഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. ഒരു പാരസെറ്റമോൾ പൊളിച്ചിട്ട് കൈ കൊടുക്കാൻ ഒരാളില്ലാത്തതിന്റെ ദുരന്തം. രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അപ്പോഴുള്ള എന്തവസ്ഥയാണോ അതൊക്കെ ഒറ്റയ്ക്ക് സഹിക്കേണ്ടതിനെ കുറിച്ചുള്ള വിഷമം. ബാത്റൂമിലേക്ക് പോകുമ്പോൾ കൈപിടിക്കാൻ ഒരാളില്ലാത്തതിന്റെ സങ്കടം. ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും 30 വർഷം മുന്നേ അങ്ങനെ ഒരു താന്തോന്നിത്തം പ്രഖ്യാപിക്കരുതായിരുന്നു.
തന്നെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, തന്നെ മാനിക്കുന്ന, ആദരിക്കുന്ന, തൻ്റെ കാര്യങ്ങൾ അറിയുന്ന, ആറ്റിറ്റ്യൂഡ് പരിഗണിക്കുന്ന ഒരാളെ എൻ്റെ കൂടപ്പിറപ്പായിട്ട്, എൻ്റെ ബെറ്റർ ഹാഫായിട്ട് ഞാൻ കണക്കാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇപ്പം അവർ വിചാരിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് വിട്ടെടുത്തു. ഞാൻ തൽക്കാലം അത് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞിട്ട്. ഞാൻ എന്തിനാ അതൊക്കെ സൂചിപ്പിക്കുന്നത്? ആത്മീയതയിൽ നിന്ന് നമ്മൾ ഏതൊക്കെ രീതിയിൽ മാറി എന്നതിനെ കുറിച്ച് പറയാനാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കുക. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇസ്ലാമിന്റെ നിർവചനം പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 1-ാം വാള്യത്തിന്റെ 24 മുതലുള്ള പേജിലൊക്കെ അത് പറഞ്ഞ് നമുക്കറിയാം. വദഉൻ ഇലാഹിയുൻ സായികുൽ ദവിൽ വഖൂൽ ഇലാ മാ ഹുവ ഖൈറുൽ ലഹു ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അത് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവനെ ഭൗതികമായും ആത്മീകമായും ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവിക പദ്ധതിയാകുന്നു. വദഉന്നിലാഹിൻ, അതൊരു ദൈവിക സംവിധാനം. പടച്ച റബ്ബ് അവന്റെ സൃഷ്ടികളാകുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ച ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള സ്രഷ്ടാവിന്റെ, നിർമ്മാതാവിന്റെ മാനിഫെസ്റ്റോയാണത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ആകമാനം പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നേരിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്താ ഇസ്ലാം? ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം എന്താണ്? എന്തുകൊണ്ട് നമ്മൾ അധമത്വത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു? നമ്മൾ ആരൊക്കെയാണ് സ്വാധീനിച്ചത്? ഞാനൊക്കെ മലബാർന്നാ വരുന്നേ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം അവരൊക്കെ ഈ ആർപ്പ് വിളിക്കുന്നത് കൊണ്ടും ആഘോഷിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഫുട്ബോൾ ഇങ്ങനെ നിലനിന്ന് പോണത് എന്നാണ് അവറ്റങ്ങണ്ടൊക്കെ വിചാരം. ഈടെ നടന്നു മലപ്പുറം FBയും എറണാകുളം കൊച്ചി FBയും തമ്മിലൊരു കളി നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് ഈ ആർപ്പുവിളിയുടെ വീഡിയോ വിട്ടുവന്നിട്ട് എനിക്ക്, ഈ എറണാകുളത്തുകാരൻ തന്നെ, എന്നോട് അവനൊരു വോയിസ് വിട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ നാട്ടുകാരാണ് മുഴുവൻ ഗാലറിയിൽ, ഞങ്ങളെ നാട്ടുകാർ ഇത് അറിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്. പെരും മഴ പെയ്തു. അതിനിടക്ക് മഴ പോലെ അവരൊരു ആഘോഷമാക്കി എടുത്തു. ചെറിയ പിള്ളേരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. തോളിൽ വെച്ചിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആർപ്പും വിളിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കളിക്കാര് എറണാകുളത്തുകാർക്ക് 4 ഗോൾ ഇട്ടു. പറയണോ പിന്നെ പുകില്? അപ്പൊ അവരെ വിചാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് കലൂരിലുള്ള സ്റ്റേഡിയത്തിൽ എത്ര മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും? അവിടെയുള്ള ഒരു 80% മുസ്ലിങ്ങളായിരിക്കും. കാരണം മൊത്തം മലപ്പുറത്തുനിന്ന് വണ്ടി പിടിച്ചു. അവരെല്ലാവരും അന്ന് നിഷ്കരുണം മഗ്രിബി ഖളാ ആക്കി അർപ്പ് വിളിച്ചു എന്ന് വരുമ്പോ ഈ സമൂഹത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ ഇനി അവിടെയും ഇവിടെയും പോയിട്ട് തപ്പേണ്ടതുണ്ടോ? അന്ന് എല്ലാവരും മഗ്രിബി ഖളാ ആക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ മത്സരം നടക്കാറുണ്ട്, ജില്ലാതല മത്സരങ്ങളൊക്കെ. എന്തോ ഒരു പേരുണ്ട്, സന്തോഷ് ട്രോഫിയൊക്കെ. ഈ കോട്ടയവും മലപ്പുറം കൂടെ ഏതാനും വർഷം മുന്നേ ഫൈനൽ കളിച്ചു. കോട്ടപ്പടി എന്ന് പറയുന്ന ആ ഒരു മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്റ്റേഡിയത്തിൽ വെച്ച്. അന്ന് 1.5 മണിക്കൂർ കൊണ്ട് ആരും ജയിച്ചില്ല. 30 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടും ജയിച്ചില്ല. പിന്നെ വേറെന്തൊക്കെയോ പരിപാടി കാണിച്ചിട്ടാണ് മലപ്പുറത്തുകാർ കപ്പ് നേടിയത്. അൽഹംദുലില്ലാ, എന്നാലും കപ്പ് കിട്ടിയാലോ അല്ലേ? പക്ഷെ ആ പരിപാടി തുടങ്ങുന്നത് 6 മണിയുടെ മുമ്പാണ്. എല്ലാം കൂടി കഴിഞ്ഞ് എല്ലാവരും സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തു പോണത് 9-9:30 മണിക്കാണ്. 25,000 ആളുകൾ അന്ന് പങ്കെടുത്തു എന്നാണ് സംഘാടകരുടെ കണക്ക്. 20,000 ആളുകൾക്കാണ് ഗാലറിയിൽ സൗകര്യമുള്ളത്. പക്ഷെ കളിക്കാർ ഓടാനിട്ട ലൈന് വരെയും ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നു. കാരണം നമ്മുടെ ഗോപിനാഥ് മുതുക്കാട് പറഞ്ഞതുപോലെ അവരുടെ പ്രാർത്ഥന പോലും ഫുട്ബോളാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ആ മലപ്പുറത്ത് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് തന്നെ 4-5 നിലയുള്ള പ്രമുഖമായ 8-10 പള്ളികളുണ്ട്. അന്ന് അവിടെ ഒരുമിച്ച് കൂടി 25,000 ആളുകളിൽ ന്യായമായി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 22 മുസ്ലിങ്ങളായിരിക്കും. ഒരാൾ പോലും മഗ്രിബ് നിസ്കരിക്കാതെ 6 മണിക്ക് മുമ്പ് തുടങ്ങിയ ഫുട്ബോളും കണ്ട് 9:30 ഇറങ്ങിപ്പോകുമ്പോ ഈ സമുദായം തോറ്റുപോണതിന് ആരെ പറയാനാ? ആത്മീയതയിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് കാരണങ്ങളുണ്ട്. ബിദ്അത്ത് പ്രധാനമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ദീന് പ്രചരിപ്പിച്ചത്. അവിടുത്തെ ദീനിൽ ഒരു ശകരം പോലും മാറ്റം വരുത്താതെ അവിടുത്തെ ശിഷ്യരത് ആവാഹിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സഹാബികൾ.
ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ ലോകം ആദരവോടെ ഇപ്പോഴും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷണത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞത് ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഇത് കേട്ടവർ, അറിഞ്ഞവർ, പഠിച്ചവർ അതിന് ഇപ്പോൾ അവസരം കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നാണ്. ലക്ഷക്കണക്കിന് സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് മക്കയിലും മദീനയിലും പരിസരത്തുണ്ട്. അവരുടെ മൊത്തം ഖബറിടം അവിടെ പരിശോധിച്ചു നോക്കുക. കുറച്ച് ആളുകളുടേതേ ഉള്ളൂ, ബാക്കിയുള്ളതോ അവർ ദൂരം ദൂരം സഞ്ചരിച്ചു ഈ ദീനിന്റെ പ്രചാരണത്തിന്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ഖബറിലേക്ക് വെച്ച് അവിടുത്തെ മുഖത്തിൽ നിന്ന് തുണിമാറ്റി മണ്ണിനോട് പറ്റിച്ചു വെച്ച സഹാബി വര്യൻ ഹബീബായ നബി തങ്ങളുടെ കവിളിൽ മുത്തം കൊടുത്ത് കേറിപ്പോന്ന മഹാൻ ഹബീബായ റസൂൽ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം അവസാനമായി നേർക്കുനേർ സ്പർശിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനുഭാവൻ ഖുസും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തറസൂലിന്റെ ചാരയോ മദീനത്തോ അല്ല മറവിട്ട് കിടക്കുന്നത് അങ്ങകലെ ഉസ്ബെക്കിസ്ഥാനിന്റെ തലസ്ഥാനം താഷ്കന്റിലാണ്. സൗദി അറേബ്യയിൽ നിന്ന് വാർത്താ സംവിധാനങ്ങൾ വളരെ 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 കുറഞ്ഞ കാലത്ത് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് വളരെ കുറവാണ്. യാത്രാ സംവിധാനങ്ങൾ തീരെയില്ല എന്ന് പറയാൻ പറ്റുന്ന ആ കാലത്ത് എങ്ങനെയാണ് സൗദി അറേബ്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിന്റെ തലസ്ഥാനമാകുന്ന താഷ്കന്റിലേക്ക് മഹാനുഭാവൻ എത്തിച്ചേർന്നത്? അവിടെ മനോഹരമായ ഏക്കറക്കണക്കിന് പൂന്തോട്ടങ്ങൾക്കിടയിൽ വലിയ മക്ബറയിൽ മഹാനുഭാവൻ ഈ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കിടക്കുന്നത് എങ്ങനെയാണ്? ഹബീബായ റസൂൽ തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ അവസാന സ്പർശനത്തിന് ഭാഗ്യം കിട്ടിയ മഹാനുഭാവനാണ്. ഞാൻ അപ്പുറത്ത് കിടക്കാന്ന് വിചാരിച്ചോ? എന്നെ മദീനയിൽ എവിടെയെങ്കിലും മറവ് ചെയ്യണമെന്ന് വിചാരിച്ചോ? ഇല്ല. ഫല്യുബല്ലിഗു ഷാഹിദൽ ഗായിബ്. ഇത് അറിഞ്ഞ ആളുകൾ അറിയാത്തവർക്ക് എത്തിക്കട്ടെ എന്ന മുത്തറസൂലിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അന്നത്തെ എല്ലാ സൗകര്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനിന്റെ തലസ്ഥാനം താഷ്കന്റിലേക്ക് ദഅവത്തിന് പോയി. ഇത്തിരി പോലും അവർ ദീനിൽ യാതൊരുവിധ കളങ്കവും ഏൽപ്പിച്ചില്ല. ഏറ്റവും പ്രസിദ്ധമായ ചരിത്രാഭിപ്രായ പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ അവരുടെ സഹാബി വര്യന്മാർ കേരളത്തിൽ വന്നു. മാലിക് ബിൻ ദീനാറും സംഘവും ഹിജ്റ 5 അവരെത്തി എന്നാണ് പറയുന്നത്. ഹിജ്റ 5 എന്നൊക്കെ പറഞ്ഞ ഹുദൈബിയ സന്ധി നടക്കുന്നതിന്റെ മുമ്പാണ്. ഹുദൈബിയ സന്ധി ഹിജ്റ 6-ാം വർഷത്തിനാണ്. പിന്നെ 3-3.5 കൊല്ലം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ. അവര് കേരളത്തിലേക്ക് വന്ന് ദീന് പ്രചരിപ്പിച്ചു. 10-14 ഇടങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കി. ആ പള്ളികളിൽ അവരുടെ പിൻഗാമികളെ നിശ്ചയിച്ചു. ആ പള്ളികൾ ഇതുവരെയും നിലനിന്നു വരുന്ന കുറെ ആദർശങ്ങളുണ്ട്. അതാ സഹാബികളിൽ നിന്ന് പഠിച്ച ആദർശം. മാലിക് ബിൻ ദീനാർ തങ്ങൾ കൊടുങ്ങല്ലൂരിൽ മുസരിസിൽ കപ്പലിറങ്ങുമ്പോ മഹാനുഭാവനോട് പോയി സംസാരിക്കുന്ന ഒരു അപ്പുവിനെ കുറിച്ച് വേലായുധം പണിക്കശ്ശേരിയൊക്കെ എഴുതുന്നുണ്ട്. ദൂരെന്ന് വന്ന തേജസ്വികളാകുന്ന മനുഷ്യരെ കണ്ടപ്പോ അപ്പു ഇളനീര് ചെറ്റിച്ചില്ലാണ്. ഇത് കുടിച്ചോളൊന്നും പറഞ്ഞിട്ട് പായക്കപ്പലിലേറി വശം കെട്ട് യാത്രയുടെ ക്ഷീണം കൊണ്ട് പൊറുതികേടിലായ അവർ ഇത് വാങ്ങി വേഗം കുടിക്കണേന് പകരം അതിന്റെ ഒതന്റിസിറ്റി അന്വേഷിക്കുന്നു. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കുന്നു. അദ്ദേഹം ഇത് സമ്മതത്തോടുകൂടെ തന്നതാണോ എന്ന് അന്വേഷിക്കുന്നു. അപ്പു നിന്ന് വേർത്തുപോയി. അങ്ങകല അറേബ്യയിൽ നിന്ന് പായക്കപ്പലേറി എല്ലാ ദുരന്തപൂർണമായ യാത്രക്കും ശേഷം കരപറ്റിയിട്ട് ഇത്തിരി വെള്ളം കുടിക്കുമ്പോ ആർത്തിയോടുകൂടെ അത് വാങ്ങിക്കഴിക്കുന്നതിന് പകരം അപ്പുവിനെ ഇന്റർവ്യൂ നടത്തുകയാണ്. അതോടുകൂടെ തന്നെ അപ്പു ആ മഹാന്മാരെ അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അപ്പു സംസാരിച്ചത് എന്നുള്ളതാണ്. ഇവര് അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് അപ്പു എവിടെയോ പോയിട്ട് കിതാബ് ഓതി പഠിച്ച് അറബിയൊക്കെ റെഡിയാക്കി. അപ്പു അഫ്ളൽ ഉലമയിൽ ഡിഗ്രി ഒക്കെ നേടിയോ? കുറച്ചാൾ വരാണ്ട് അവരോട് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് നേടിയോ? ഒരു സാധ്യതയില്ല, അതും നടക്കൂല. പിന്നെ എന്താ സംഭവിച്ചത്? മാലിക് ബിൻ ദീനാറും തങ്ങളും മലയാളത്തിൽ സംസാരിച്ചു കാണും. അതെങ്ങനെയാ നടക്കുന്നത്? ഇസ്ലാമിന്റെ ആഗമത്തിന്റെ കുറേ മുന്നേ അറേബ്യൻ നാടുകൾക്ക് നമ്മുടെ നാടുമായി കച്ചവട ബന്ധമുണ്ട്. അങ്ങനെ അറേബ്യൻ കടലായി മാറിയത്, അറബിക്കടലായി മാറിയത്. അങ്ങനെയാണ് ആ കടലിന് അറബിക്കടൽ എന്ന് പേര് കിട്ടിയത്. നമ്മൾ കച്ചവടത്തിന് പോയാൽ ആ നാട്ടിലെ ഭാഷ പഠിക്കും. നമ്മുടെ നാട്ടിലൊക്കെ തമിഴ്നാട്ടിലെ സഹോദരന്മാർ എത്ര കാലമായി ജോലി ചെയ്യാൻ വരുന്നു. നമ്മൾ ആരെങ്കിലും തമിഴ് പഠിച്ചോ? ഇല്ല. അവരൊക്കെ മലയാളം ചൊല്ലാൻ തുടങ്ങി. ഓലൊക്കെ മലയാളം പേശും നന്നായിട്ട്. നമുക്ക് തമിഴിൽ പേശാൻ കഴിയോ? ഇല്ല. ഉള്ളിലുണ്ട് ചൊല്ലുവാൻ വയ്യ. നമ്മുടെ ഉള്ളിലുണ്ടാവും പറയണമെന്ന്, പക്ഷെ ചൊല്ലുവാൻ വയ്യ.
നമ്മുടെ ബംഗാളികൾ എത്ര മനോഹരമായി മലയാളം പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടു കാണും, ഒരു ചെറിയ നേപ്പാളിലെ പെൺകുട്ടിയോട് ഏതോ ഒരു ചാനലുകാരൻ ഇങ്ങനെ നുള്ളി മുറിച്ച് ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ആ കുട്ടി വളരെ സ്ഫുടമായിട്ട് മലയാളം ചോദിച്ചാൽ മതി ഏട്ടാ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവർക്കത് കഴിയണത്? നമ്മൾ ഏത് നാട്ടിലേക്ക് പോയാലും അവിടുത്തെ ഭാഷ പെട്ടെന്ന് പഠിക്കും. നിരന്തരമായി കച്ചവടത്തിന് വന്നിരുന്ന, നിരന്തരമായി മലയാള നാടുമായി ബന്ധമുണ്ടായിരുന്ന അറബികൾക്ക് മലയാളം പറയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അന്യമതക്കാരനാകുന്ന അപ്പുവിനോട് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റി. അവര് കേരളത്തിലേക്ക് വന്നിട്ട് പള്ളി സ്ഥാപിച്ചിട്ട് ആ പള്ളിയിൽ ജുമഅ നടത്തിയിട്ട് ആ ജുമഅയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അവരെ പഠിപ്പിക്കാൻ മദ്രസില്ലാത്ത കാലം, ദർസുകളൊന്നും എല്ലാ ജനങ്ങളും വന്ന് അത്ര വിപുലമല്ലാത്ത കാലം, ഇതുപോലെ ക്ലാസ്സുകളും വേദികളും ഇല്ലാത്ത കാലം, പള്ളിയിൽ വരുന്ന മുഅ്മിനീങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല അവസരം വെള്ളിയാഴ്ച ഖുതുബയിൽ ലഭ്യമായിട്ട് എന്തുകൊണ്ട് മാലിക് ബിൻ ദീനാറും തങ്ങളും സ്ഥാപിച്ചൊരൊറ്റ പള്ളിയിൽ പോലും അറബിയിലല്ലാത്ത ഭാഷയിൽ, അറബി ഭാഷയിൽ മാത്രം ഖുതുബ നടന്ന് അറബി അല്ലാത്തൊരു ഭാഷയിൽ ഖുതുബ നടക്കാതിരുന്നു? നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ യുക്തിവാദം കൊണ്ടുവരലാണോ? അർദ്ധയുക്തിവാദം. സമ്പൂർണ്ണ യുക്തിവാദിയാകാൻ കുറെ ആളുകൾ, എന്നാലോ പകുതി യുക്തിവാദിയായിട്ട് കുറെ ആളുകൾ. ഖുതുബ എന്ന് പറഞ്ഞ ഭാഷാർത്ഥം സത്യം പറഞ്ഞാൽ പ്രസംഗം തന്നെയാണ്. പക്ഷേ ആ പ്രസംഗത്തിന്റെ നിബന്ധനകളിൽ പ്രധാനപ്പെട്ടതാണ് അതൊരു ആരാധനയാകയാൽ അറബിയിലാവണമെന്ന്. ഞാൻ കിതാബ് ഉദ്ധരിച്ചിട്ടൊന്നും ഈ സദസ്സിന്റെ സമയം എടുക്കണില്ല. കേരളത്തിൽ കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന ഒരു പുസ്തകമുണ്ട്, സാമൂതിരിക്ക് വേണ്ടി ഒരു സമരാഹ്വാനം. അതാ പുസ്തകത്തിന്റെ പേര്, സാമൂതിരിക്ക് വേണ്ടി ഒരു സമരാഹ്വാനം. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ 1ാം വൈസ് പ്രസിഡന്റ്, വലിയ പണ്ഡിതൻ, ആ മഹാനുഭാവൻ നിരവധിയായ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. മുല്ലവി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കുറെ ഗ്രന്ഥങ്ങൾ ഈജിപ്തിൽ നിന്നും മറ്റും അന്നേ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിപുലമായ ഖുതുബ്ഖാനയിൽ പരിശോധിച്ച ഒരു ചരിത്ര പണ്ഡിതൻ ഈ ഒരു ചെറിയ പുസ്തകം കിട്ടുന്നു, ചെറിയൊരു പുസ്തകം. അതിന്റെ പ്രത്യേകത എന്താണ്? മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന കേരള മുസ്ലിങ്ങളുടെ ആത്മീയ ഗതിയെ നൂറ്റാണ്ടുകളായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാകാവ്യം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കുന്നതിന്റെ മുമ്പ്, അദ്ദേഹം ഉണ്ടാക്കുന്നതിന്റെ മുമ്പ്, ഞങ്ങളെ തിരൂരുകാരനാണ്, അദ്ദേഹമാണ് എന്നും പറഞ്ഞിട്ട് ചെന്തമിഴും സംസ്കൃതവും കൂട്ടിമുട്ടിയപ്പോ ഞങ്ങളെ ഭാഷയിൽ കലപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തമിഴന്മാർ അവരുടെ ഭാഷയായിട്ട് പോയപ്പോ പുതിയൊരു ഭാഷ ഉരപം കൊണ്ടു. അതാണ് നമ്മുടെ മലയാളം. ഏകദേശം 75-80% സംസ്കൃതത്തിലെ പദങ്ങളും പിന്നെ കുറെ അന്യഭാഷാ പദങ്ങളും പിന്നെ ചെന്തമിഴിന്റെ ഗ്രാമർ ഇതൊക്കെ പാടെ ചേർന്ന മലയാളം. ഈ മലയാളം കുറെ കാലം വാമൊഴിയായിട്ടാണ് നടന്നു വന്നത്. അവസാനം തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എന്ന് പറഞ്ഞ് അതിന്റെ ലെറ്റർ കണ്ടുപിടിക്കുന്നത്. അതിന്റെ ചുരുങ്ങിയത് 5 വർഷം മുന്നേ മുഹീദ്ദീൻ മാല കേരളത്തിൽ വ്യാപകമായിരുന്നു. ആ കാലത്ത് ഈ മുസ്ലിം സൊസൈറ്റി മൊത്തം സാക്ഷരരായിരുന്നു. എന്തൊരു അത്ഭുതമാണ് ആലോചിച്ചു. മലയാളത്തിന് ലിപി ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഈ സൊസൈറ്റി 100% സാക്ഷരരാണ്. കണ്ടു കിട്ടിയ പുസ്തകങ്ങൾ തന്നെ 1800-ൽ പരം വരും അറബി മലയാളം എന്ന മലയാള ഭാഷാ പുസ്തകങ്ങൾ. അതിൽ നോവലുണ്ട്, കവിതകളുണ്ട്, അതിൽ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. വളരെ സൂക്ഷ്മമായ കേരളത്തിലെ ഔഷധച്ചെടികളെ കുറിച്ച് 3-4 ഭാഷയിൽ, സംസ്കൃതവും പേർഷ്യനും അടക്കം 3-4 ഭാഷയിൽ ഈ ഔഷധച്ചെടികൾക്ക് എന്താണ് പേരെന്നും അതിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നും ഒക്കെ പറയുന്ന ഏകദേശം 2000-ഓളം പേജുള്ള വലിയ ഗ്രന്ഥം പോലും ഈ അറബി മലയാളം ഭാഷയിലുണ്ടായിരുന്നു. എറണാകുളത്തുകാരനാണ് എം സംശുദ്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ ശ്രീകണ്ഠേശ്വരം പിള്ളയുടെ ശബ്ദധാരാവലിയിൽ മലയാള പദങ്ങളുടെ എഡിറ്ററായിരുന്നു, മലയാള അറബി പദങ്ങളുടെ എഡിറ്ററായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകമായ ചില പദങ്ങളുടെ എഡിറ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മാപ്പിള ഭാഷ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, നിങ്ങളുടെ എറണാകുളത്തുകാരനാണ്. ആ മാപ്പിള ഭാഷ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന അറബി മലയാളം എന്ന് പറയുന്ന സാഹിത്യ ഭാഷയുടെ പ്രത്യേകതകൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അബു സാഹിബിന്റെ കുറെ പുസ്തകങ്ങളുണ്ട്. മലയാളത്തിന് ലിപി വരുന്നതിന് മുമ്പ് ഈ മുസ്ലിം സൊസൈറ്റി മൊത്തം സാക്ഷരരായിരുന്നു എന്നുള്ള ചില്ലറ പരിപാടിയാണ്. അവരെല്ലാവരും ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും തഫ്സീറിന്റെയും ഗ്രന്ഥങ്ങൾ പോലും മലയാളം അറബി ഭാഷ പഠിച്ചിരുന്നു എന്ന് പറയുന്നത് ചില്ലറ സംഭവമാണ്.
ബഹുമാന്യരാകുന്ന ഖാലി മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം രചിച്ച മുഹയ്യുദ്ദീൻ മാല, ചില വിവാദങ്ങളൊക്കെ ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ സംബന്ധമായിട്ട് ഞാൻ ആ വിവാദങ്ങളിലേക്ക് കടക്കല്ല. എന്തുകൊണ്ട് നമ്മൾ തോൽക്കുന്നു, ആത്മീയത എങ്ങനെ കുറഞ്ഞുപോയി എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. കുറെ ആവർത്തിച്ച് പറയാൻ സമയമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ 100% ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. ഈ മുഹയ്യിദ്ദീൻ മാല രചിച്ച ഖാലി മുഹമ്മദ് ആരാണെന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് സാമൂതിരിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ഖാലി മുഹമ്മദ് രചിച്ച ആ ചെറിയ ഖുതുബ പ്രഭാഷണം കണ്ടെത്തി അത് പരിഭാഷപ്പെടുത്തി അതിന് ടിപ്പണി നിർമ്മിച്ച് ഖാലി മുഹമ്മദിനെ കുറിച്ച് നീണ്ട പഠനവുമായി കോഴിക്കോട്ടുള്ള ഒരു പുസ്തകാലയം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മലയാള പുസ്തകത്തിന്റെ പേരാണ് സാമൂതിരിക്ക് വേണ്ടി ഒരു സമരാഹ്വാനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധ്യമാവുമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിക്കണം. സാധ്യമാവുമെങ്കിൽ ആ ഒരു പുസ്തകം ഒന്ന് വായിക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നമ്മളറിഞ്ഞു പരിശീലിച്ച ഈ ഒരു രീതിയുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളല്ല അത് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെയുള്ള ഒരു ചരിത്ര പണ്ഡിതനല്ല അത് കണ്ടെത്തുന്നതും വിശദീകരിക്കുന്നതും ടിപ്പണി ഉണ്ടാക്കുന്നതും. നേരെ മറിച്ച് ഖുതുബ മലയാളത്തിൽ വായിക്കണമെന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഭിന്നതയുടെ തുടക്കം തുടങ്ങി ഈ സമൂഹത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ പാർട്ടികളും കക്ഷികളുമാക്കി വേർപിരിച്ചവരിൽ പെട്ടയാൾ. നമ്മളാലോചിച്ചൊക്കെ ആ പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്ത് ഇറക്കിയപ്പോൾ അവര് രണ്ടിടത്ത് പറയുന്നുണ്ട്, ഇത് വെള്ളിയാഴ്ച ഖുതുബയിൽ പ്രയോഗിക്കാനുള്ളത് കൊണ്ട് അറബിയിലാണ്. അന്ന് സംസ്ഥ രൂപീകരിച്ചിട്ടില്ല കേട്ടോ. 2026 സംസ്ഥ, 1926 സംസ്ഥ രജിസ്റ്റർ ചെയ്യണത്. അതിന്റെ കുറേ മുന്നേ ഇത് വെള്ളിയാഴ്ചയിലെ പ്രഭാഷണമാകയാൽ ഇത് അറബിയിലാണെന്ന് രണ്ടിടത്ത പുസ്തകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഉസ്താദല്ല ഇത് കണ്ടെത്തുന്നതും ട്രാൻസ്ലേഷൻ ചെയ്തു എന്ന് മാത്രമല്ല, ഈ ഖാലി മുഹമ്മദ് റഹ്മഹുല്ലയെ കുറിച്ച് അതിൽ പറയുന്ന കുറച്ച് ഗുണങ്ങളുണ്ട്. അദ്ദേഹത്തിന് 500ഓളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ബുക്ക് സ്റ്റാൾ പോയി വാങ്ങിക്കൊണ്ടൊന്നും എന്നല്ല, അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. 500ഓളം ഗ്രന്ഥം രചിച്ചു എന്ന്. നമ്മൾ എത്ര കാലമായി ജീവിക്കണത്? ഇതുവരെ ഒരു ചെറിയ പുസ്തകം രചിച്ചിട്ടുണ്ടോ നമ്മൾ? 500ഓളം ഗ്രന്ഥം ഉണ്ടാക്കിയ മഹാപണ്ഡിതൻ ഖാലി മുഹമ്മദ്. ഒന്നുകൂടെ പറയുന്നുണ്ട്, അന്നത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹം. വേറൊരു പോരിഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന ആധികാരിക മുഫ്തി ആയിരുന്നു. ഇത്രയൊക്കെ പ്രത്യേകതകൾ അവര് തന്നെ അംഗീകരിക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന കേരള മുസ്ലിങ്ങളുടെ ആത്മീയതയെ കെട്ടിയിട്ട് നിർത്തിയ, ചിന്നിച്ചെതറിപ്പോകാത്ത, ലെസ്ബിയനിലേക്ക് പോകരുത് എന്ന് നിർബന്ധിപ്പിച്ച, ആരും തന്നെ LGBTQIA+ ആക്ടിവിസ്റ്റുകൾ ആവരുത് എന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിർബന്ധം പിടിപ്പിച്ച് ആത്മീയതയിലൂടെ നമ്മളെ കൊണ്ടുപോയ ഈ മുഹയ്യിദ്ദീൻ മാലയുടെ കർത്താവ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത്ര വലിയ പണ്ഡിതൻ, 500 കിതാബ് ഉണ്ടാക്കിയ ആള്, അന്നത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, എല്ലാവരും അംഗീകരിക്കുന്ന ആധികാരിക മുഫ്തി, ഇങ്ങനെയൊക്കെ ആയ ആളാണ് ഖാലി മുഹമ്മദ്. കോഴിക്കോട്ടെ തൂറ തന്നിൽ പിറന്നവർ, കൊർവ ഇതൊക്കെയും നോക്കിയെടുത്തവർ, അവർ ചെന്ന ബൈത്തുനിന്നും ബഹ്ജ കിതാബെന്നും അങ്ങനെ തെക്കുമീല തെന്നിൽ നിന്നും കണ്ടവർ, കോഴിക്കോട് തുറമുഖത്താ ജനിച്ചത്. ഈ ഒരു വലിയ വിജ്ഞാനത്തിന്റെ മഹാമേരു കീഴടക്കിയ അന്നത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന്, എന്താണ് ആത്മീയതയുടെ രീതിയെന്ന്. എന്താണ് ആത്മീയതയുടെ രീതി എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഈ വലിയ പണ്ഡിതനായിട്ട് 500ഓളം കിതാബുകൾ രചിച്ച അന്നത്തെ ഏറ്റവും അംഗീകാരമുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ആധികാരിക മുഫ്തിയായിട്ട് അദ്ദേഹത്തിന് അറിയാല്ലായിരുന്നു. വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് മൊയ്തീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത് എൻ്റെ മാലയിൽ ഉൾക്കൊള്ളിച്ചാൽ ആളുകളൊക്കെ അത് വായിച്ചിട്ട് വശം കെട്ടുമെന്ന് അദ്ദേഹം വിചാരിച്ചോ? ഇല്ല. അങ്ങനെ പറയുമ്പോഴേക്ക് ഇസ്ലാമിൽ ശിർക്ക് വന്നു നോക്കുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ആശങ്ക ഉണ്ടായോ? ഇല്ല. ഇതായിരുന്നു കേരളം ഇതുവരെ അറിഞ്ഞ് അനുഭവിച്ച് നെഞ്ചേറ്റിയ ആദർശം. അതിന് തിരുത്തുമായി കുറെ ആളുകൾ കടന്നു വന്നു. അങ്ങനെയാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനം ആഘോഷിക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ പതിയെ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ചർച്ച ഉദ്ഭവിക്കുന്നു.
ലോകാടിസ്ഥാനത്തിൽ തന്നെ ഖുത്തുബയുടെ ഭാഷയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു. ലോകത്താദ്യമായി ഖുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ച മഹാപണ്ഡിതനാരാ നിങ്ങൾക്കറിയാവോ? അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുസ്തഫ കമാൽ പാഷ എന്നാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഞാനങ്ങനെ പറഞ്ഞപ്പോ വലിയൊരു പണ്ഡിതനെ തെറ്റിദ്ധരിച്ചോ? ആരും അങ്ങനെ മനസ്സിലാക്കരുത്. ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു അയാൾ. ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു അയാൾ. തുർക്കി ഖിലാഫത്ത് തകർത്തിട്ട് അവിടെ യൂറോപ്യൻ ബ്രിട്ടീഷുകാരന്റെ പാവ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടപ്പോ ആ ഭരണകൂടത്തിന്റെ പ്രസിഡന്റായിരുന്നു അത്താതുർക്ക് എന്ന പേരിൽ നമ്മുടെ ചരിത്രത്തിൽ പഠിക്കാൻ പറ്റുന്ന മുസ്തഫ കമാൽ പാഷ. ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചങ്ങാതി. അയാൾ പള്ളികളെല്ലാം പിടിച്ചെടുത്തിയിട്ട് ഷോപ്പിംഗ് മാളുകളാക്കി, മദ്രസകൾ പിടിച്ചെടുത്ത് അതിൽ ഗോഡൌണുകൾ തുടങ്ങി. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും ഇനി തുർക്കിയിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് നിയമം കൊണ്ടുവന്നു. അതുവരെ തുർക്കി ഭാഷ എഴുതിയിരുന്നത് അറബി ലിപി ഉപയോഗിച്ചായിരുന്നു. ഇനി മുതൽ ഇംഗ്ലീഷ് ലിപി ഉപയോഗിച്ച് തുർക്കി എഴുതണമെന്ന് അയാൾ നിയമം കൊണ്ടുവന്നു. എത്രത്തോളം പർദ്ദയിട്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പോലും ആ വൃത്തികെട്ട മനുഷ്യൻ തുർക്കിയിൽ നിയമം കൊണ്ടുവന്നു. അയാൾ ഇസ്ലാമിന്റെ ഓരോ സംസ്കാരങ്ങളെയും തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ ഭാഗമായാണ് അറബി ഭാഷയോട് കഠിനമായ വിരോധം അയാൾ വെച്ച് പുലർത്തിയത്. അറബി ഭാഷയിൽ അറബി ലിപിയിൽ എഴുതിയിരുന്ന ടർക്കിഷ് ഇനി മുതൽ ഇംഗ്ലീഷിൽ എഴുതണമെന്ന് നിയമം കൊണ്ടുവരുന്നത് ആ മനുഷ്യനാണ്. പണ്ഡിതന്മാരെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. ദീൻ പറയുന്നവർക്ക് വിലക്കും കൽത്തുറുങ്കും ഏർപ്പെടുത്തി. അയാളുടെ ദീനീ വിരുദ്ധതയുടെ മൂർധന്യതയിൽ അയാൾ ഒരു പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ വെള്ളിയാഴ്ച നടത്തുന്ന ജുമാ പ്രഭാഷണം നടക്കുകയാണെങ്കിൽ അത് തുർക്കി ഭാഷയിലേ പാടുള്ളൂ. ലോകത്താദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത് മദീനത്തെ പള്ളിയിലല്ല, ഹറമിലെ പള്ളിയിലല്ല, ദമസ്കസിലെ പള്ളിയിലല്ല, ഇസ്ലാമിക ലോകം ആദരപൂർവം കണ്ട ഒരു പള്ളിയിലുമല്ല, ഇസ്ലാമിക ലോകം വലിയ നേതാക്കളായി കണ്ട ഒരു മുഹദ്ദിസിന്റെയും അംഗീകാരത്തോടെയല്ല, ഒരു മുഫ്തിയുടെയും ഒരു പണ്ഡിതന്റെയും തീരുമാനപ്രകാരമല്ല, ഇമാമുന ഷാഫി തങ്ങളുടെ ബഗ്ദാദിലല്ല, അബൂ ഹനീഫത്തുൽ കൂഫിയുടെ സാന്നിധ്യത്തിലല്ല, ലോകത്ത് കഴിഞ്ഞ ഒരു പണ്ഡിതന്റെയും അംഗീകാരത്തോടെയുമല്ല. ലോകത്താദ്യമായി ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ പാരായണം ചെയ്യുന്നത് മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ഇസ്ലാം വിരോധിയുടെ മതവിരോധത്തിന്റെ വിദ്വേഷത്തിന്റെ അറബി ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ കഠിനമായ വെറുപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലുള്ള ഈ ഖുതുബയെ മലയാളമാക്കിക്കൊണ്ട് നമ്മുടെ മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും ജുമാ നശിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ വലിയ നേതാവായി അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് റഷീദുർ റിദ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിന്റെ 9-ാം വാള്യം 212-ാമത്തെ പേജിൽ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സ്വന്തം നേതാവ് പറയുമ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ ഒരു ആധികാരികത ഉണ്ടാവും. മുഹമ്മദ് റഷീദുർ റിദയുടെ തഫ്സീറുൽ മനാറിന്റെ 9-ാം വാള്യം 312-ാമത്തെ പേജിൽ അദ്ദേഹം ഇത് വിസ്തരിച്ചു പറയുന്നു. മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന മനുഷ്യൻ ദീനിനെതിരെ ചെയ്ത നിഷ്ഠൂരമായ പീഡനങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിനോട് ദീനി സംസ്കാരങ്ങളോടുണ്ടായിരുന്ന കഠിനമായ വെറുപ്പിനെയും വിദ്വേഷത്തെയും കുറിച്ച്, അതിന്റെ ഭാഗമായി ഇസ്ലാം ടച്ചുള്ള ഒരു സംഗതിയും ഇനി വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഇനി ആരും വെള്ളിയാഴ്ചയിലെ ഖുതുബ അറബി ഭാഷയിൽ പാരായണം ചെയ്യാൻ പാടില്ലെന്നും മറിച്ച് ഇനി മുതൽ തുർക്കി ഭാഷയിലാവണമെന്നും എങ്കിലല്ല ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നും ആദ്യമായി പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ കഠിനനായൊരു ശത്രുവാകുന്നു. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് തോന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും രക്ഷപ്പെട്ടു കിട്ടുമെന്ന്. തെറ്റിദ്ധരിക്കരുത്. ആ ആദർശത്തിന്റെ വിഷയത്തിൽ 100% പെർഫെക്റ്റ് ആവണം. നമ്മുടെ കർമ്മത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നാൽ ആദർശം വിശുദ്ധമെങ്കിൽ പടച്ച റബ്ബ് രക്ഷപ്പെടുത്തിയേക്കും. ഇതുവരെ ഞാൻ ജീവിച്ചു, ഞാൻ പള്ളിയിൽ ജമാഅത്തിനൊക്കെ പോയിട്ടുണ്ട്, കൊള്ളാൻ തോന്നുന്നുണ്ടോ? ക്ഷമിക്കണം, ഒന്ന് താഴ്ക്കിറങ്ങണം. ഷെയ്ഖ് റിഫായി തങ്ങളെ ഞാൻ ഇനിയും പ്രത്യേകതകളും അദ്ദേഹത്തിന്റെ മഹത്വങ്ങളും ആവർത്തിക്കുന്നില്ല. മഹാനുഭാവനെ പറ്റി ഒരു ജൂതന് അറിവുണ്ടായിരുന്നു. വലിയ വിനയത്തിന്റെ ആളാണെന്ന്, അക്ഷോഭ്യനാണെന്ന്. അദ്ദേഹത്തോട് എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് തീരെ ദേഷ്യം വരൂലെന്ന്.
ഏറ്റവും നല്ല വിനയം പ്രകടിപ്പിക്കുന്ന ആളാണെന്ന്, ഇതൊന്ന് പരീക്ഷിക്കുകയും പരിഹസിക്കുകയും വേണമെന്നും കരുതിയിട്ട് പരിവാര സമേതം ശിഷ്യരും മുരീദുമാരുമാരോടൊപ്പം ഷെയ്ഖ് റിഫായി തങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പ്രത്യക്ഷനായി. അയാളെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, യാ സയ്യിദി, മിസ്റ്റർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. റിഫായി ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു, ഓക്കെ ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അൻത ഖൈറുൻ അം കൽബുൻ, താങ്കളാണോ നായയാണോ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത്? താങ്കൾക്കാണോ നായക്കാണോ കൂടുതൽ ശ്രേഷ്ഠത? ലക്ഷക്കണക്കിന് ശിഷ്യരുള്ള ആത്മീയ വിഹായസിൽ ജ്വല ചന്ദ്രനായി തിളങ്ങി നിൽക്കുന്ന മഹാനുഭാവൻ നിരവധിയാകുന്ന ശിഷ്യരോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വന്നിട്ട് ചോദിക്കുക, പരിഹസിച്ചുകൊണ്ട്, താങ്കളാണോ പട്ടിയാണോ ഏറ്റവും ഔന്നിത്യമുള്ളത് എന്ന് പരീക്ഷിക്കാൻ വന്നതാണ്. റിഫായി ഷെയ്ഖ് തങ്ങൾ തന്റെ പതിവ് രീതിയിൽ അക്ഷോഭ്യനായി പ്രതികരിച്ചു, തല താഴ്ത്തി നിന്നു. തന്നെ കമ്പയർ ചെയ്തത്, സാമ്യപ്പെടുത്തിയത് പട്ടിയോടാണ് എന്ന ബേജാറല്ലായിരുന്നു മഹാനുഭാവന്. ശിഷ്യരൊക്കെ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഉസ്താദ് ഒരു ആക്ഷൻ തന്നാൽ അയാളെ ശരിയാക്കി കളയാൻ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. പക്ഷെ ഉസ്താദിനെ അറിയുന്നത് കൊണ്ട് അവരാരും അങ്ങനെ പ്രതികരിക്കുന്നില്ല. ആ ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദ് ഇങ്ങനെ തളർന്നു പോയതാണോ? ഉസ്താദിന് എന്തോ വിഷമം വന്നോ? പട്ടിയാണോ താങ്കളാണോ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് എന്നാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങൾ ദുഃഖത്തോടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തല ഉയർത്തിയ സഹോദരനോട് പറഞ്ഞു, അഖി, സുഹൃത്തേ, ഇൻ ജാവസ്തു സിറാത്ത ഫഅന ഖൈർ, സിറാത്ത് പാലം ഒന്ന് കടന്നു കിട്ടിയാൽ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. സിറാത്ത് പാലം ഒന്ന് കയറി കിട്ടിയാൽ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. അതുവരെ എങ്ങനെ ശ്രേഷ്ഠത തീരുമാനിക്കാനാന്ന്? കുറച്ചൊക്കെ അങ്ങനെ നിസ്കരിക്കുകയൊക്കെ ചെയ്തിക്കണ്. നമ്മുടെ നാട്ടില് ഞാനാണ് തിരക്കടില്ലാത്ത ആളെന്നൊക്കെ വിചാരം വരുന്നുണ്ടോ? ഒന്നിറങ്ങണം. രാത്രിയെ ദീർഘമായി നിസ്കാരം കൊണ്ട് സജീവമാക്കിയിട്ട് പകലന്തിയോളം ജനസേവനത്തിന് നിന്നിട്ട് ഒഴിവു സമയങ്ങളെല്ലാം വിജ്ഞാനത്തിന്റെ പ്രചാരണത്തിന് ചെലവഴിച്ചിട്ട് മഴവെടുത്ത് കാട്ടിൽ പോയിട്ട് കഠിനമായി തപം ചെയ്ത് ആ വിറക് ശേഖരിച്ച് സ്വന്തം ശിരസിലേറ്റ് ടൗണിൽ കൊണ്ടുപോയി വിറ്റ് അതിന്റെ പൈസ കൊണ്ട് സ്വതക്ക ചെയ്ത് ആത്മീയതയുടെ ദുർഘടമായ പാതയിലൂടെ റബ്ബിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്രമേൽ വിനയത്തിലെ മഹാനുഭാവന് സംസാരിക്കാൻ പറ്റുന്നു. അഹി, മോനെ, സഹോദര, സിറാത്തൊന്ന് കയറി കിട്ടിയാൽ, കഴിഞ്ഞു കിട്ടിയാൽ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. അതുവരെ എന്ത് പറയാനാ? നമ്മളൊരു യാത്രയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഈ യാത്രയിൽ ഹലാലായ സംഗതികളൊക്കെ ഉപയോഗിക്കുന്നതിന് തകരാറൊന്നുമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലമാകുമ്പോഴേക്ക് ദീന് നിലനിർത്താൻ തന്നെയും പണം ധാരാളമായി ആവശ്യമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് വേണം എന്നും ചോദിച്ചിട്ട് യേശുവിന്റെ അടുത്ത് ഒരാൾ ചെല്ലണുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹം. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്യണതാ, വേറെന്ത്? യേശു പറഞ്ഞു, നിന്റെ വസ്തുക്കളെല്ലാം, നിന്റെ സമ്പത്തെല്ലാം എടുത്ത് ദാനം ചെയ്ത് ദരിദ്രനായി എന്നെ അനുഗമിക്കുക. അയാളൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. നല്ല സമ്പന്നനായിരുന്നു, ഇതെല്ലാം കൂടെ ദാനം ചെയ്യാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് യേശു പറഞ്ഞു, എത്രേ സമ്പന്നൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എത്ര ദുഷ്കരം. സമ്പന്നൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നത് എത്രയെന്ന് പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പറഞ്ഞില്ലേ? അവസാന കാലാവുമ്പോഴേക്ക് ദീന് നിലനിർത്താൻ തന്നെയും ധാരാളം പണം ആവശ്യമായി തീരുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും വേണ്ടാന്നോ ജോലി ചെയ്യണ്ടെന്നോ ഒന്നുമല്ല പറയണത്. ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാലും അത് പരലോകത്തേക്കുള്ള യാത്രയിൽ വിലങ്ങ് സൃഷ്ടിക്കരുത്. ഇത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാര്യം നമ്മുടെ ജീവിതം ഇവിടെ തീർന്നില്ല, ഇവിടെ തുടങ്ങണേ ഉള്ളൂ. അതുകൊണ്ടാണ് വലിയ മഹാന്മാർ അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് പോലും മാറി നിന്നു. സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വീട്ടിൽ കൊടുംപട്ട്, അവിടുന്ന് ശമ്പളം എടുക്കണില്ല ഖലീഫയാകും കാലം. മക്കളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്. അദ്ദേഹം നല്ല മണലിൽ അങ്ങനെ കടന്നുറങ്ങും. പറ്റിയെങ്കിൽ ഒരു ഈത്തപ്പന പോലെ വെട്ടിയിടും. മണൽ കുറച്ച് ഇങ്ങനെ കപ്പയ്ക്ക് കൂനെടുക്കുന്നത് പോലെ വെച്ചിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് സൈസാക്കിയിട്ട് തലേണയായിട്ട് ഉപയോഗിക്കും. ഇങ്ങനെ കടന്നുറങ്ങും. സഹാബികൾക്കിടയിൽ ഇതൊരു ചർച്ചയായി. ഉമർ ഫാറൂഖ് തങ്ങളോട് ശമ്പളം വാങ്ങാൻ പറയണം, അറ്റ്ലീസ്റ്റ് ഒരു തലയണ നിർമ്മിച്ചു കൊടുക്കണം. പെപ്സ് ഒന്നും തലയിലേക്ക് ഓറി വരരുത് തലയണ എന്ന് പറയുമ്പോഴേക്ക്.
ഒരു പഴയ തുണി നിവർത്തി വെക്കുക, അതിൽ കുറെ ഈത്തപ്പനയുടെ ഓല കീറിയിടുക, എന്നിട്ട് അത് കൂട്ടിക്കെട്ടുക, എന്നിട്ട് കമിത്തി വെച്ച് അമർത്തുക. ഇതാണ് അവരുദ്ദേശിക്കുന്ന തലയണ. തീരുമാനമൊക്കെ എടുത്തു, ശമ്പളം കൊടുക്കണം, ശമ്പളം എടുക്കാൻ പറയണം, തലയണ ഉപയോഗിക്കാനും പറയണം. പക്ഷെ ഇനി ആരാ അത് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അവതരിപ്പിക്കുക? ആ ഓരോരുത്തർ എസ്കേപ്പായി. അലിയാർ തങ്ങളൊക്കെ ഉണ്ട് യോഗത്തിന്. അവസാനം അവരൊരു തീരുമാനമെടുത്തു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മോളാണെങ്കിലും ആ മഹാനുഭാവൻ തന്നെയും ബഹുമാനിക്കേണ്ട മുത്തറസൂലിന്റെ ഭാര്യയാവുന്ന ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിക്കാം. അവരെല്ലാവരും കൂടെ ഹഫ്സ ബീവിനെ സമീപിച്ചു. ഞങ്ങൾ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, പിതാവിനോട് ശമ്പളം വാങ്ങാൻ അങ്ങ് പോയി പറയണം, അതോടൊപ്പം ഞങ്ങൾ ഒരു തലയണ നിർമ്മിക്കുന്നുണ്ട്, അത് പിതാവിനോട് ഉപയോഗിക്കാനും പറയണം. പിതാവിനെ കുറിച്ച് ശരിക്കറിയാവുന്ന ബീബി ഹഫ്സ റളിയല്ലാഹു അൻഹ മടിച്ചു പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. വിക്കി കാര്യം പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട മോൾ സംസാരിക്കുന്നത് സന്തോഷത്തോടുകൂടെ കേട്ടിരുന്ന ഖലീഫത്തുസ്സാനി സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുഖം വിവർണമായി, ചുമന്നു തുടുത്തു, തല താഴ്ത്തിയിരുന്നു, ധാരധാരയായി കണ്ണീരൊഴുകിക്കൊണ്ടേയിരുന്നു, ഏങ്ങി കരഞ്ഞു. പതിയെ എഴുന്നേറ്റ് നിന്നിട്ട് പ്രിയപ്പെട്ട മോളോട് ചോദിച്ചു, മോളെ ഇക്കാര്യം പറയാൻ നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എനിക്കറിയാം നീ സ്വന്തമായി ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട് എൻ്റെ അടുത്തേക്ക് വരില്ല. ഒരു കാര്യം അവരെ നീ പോയി അറിയിക്കണം. ഞാനും എൻ്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഒരു യാത്ര തുടങ്ങിയതാണ് മോളെ. അവർ രണ്ടുപേരും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഉമർ ബാക്കി. എൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ ഉപയോഗിക്കാത്ത ഒരു സന്തോഷവും ഒരു സൗകര്യവും എനിക്ക് വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ പോകും. എന്റെ പ്രിയപ്പെട്ട മോളെ ചേർത്ത് നിർത്തിയിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, മോളെ, നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിന്റെ അഭിമാനപുത്രൻ അബ്ദുല്ലാഹി ബിൻ ഉമറിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കാര്യം നീ മറന്നുപോയോ? എന്റെ മോന്റെ രണ്ട് ചുമലിലും മുത്തറസൂൽ കൈവച്ച് കണ്ണോടുടക്കി ഹൃദയത്തിന്റെ ഭാഷയിൽ ആർദ്രമാം സ്വരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു പറഞ്ഞത്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഒരു വിദേശിയെ പോലെയാവണം നീ ഈ ലോകത്ത് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വഴിയാത്രികനെ പോലെ. നിന്റെ നഫ്സിനെ നീ ഖബറാളികളുടെ കൂട്ടത്തിൽ കണക്കാക്കണം. നിങ്ങൾ വരുന്നല്ലേ? നിന്റെ ശരീരത്തെ നീ ഖബറാളികളുടെ കൂട്ടത്തിൽ കണക്കാക്കണം. ഞാനെന്ന് രാവിലെ പെരിന്തൽമണ്ണെന്ന് പുറപ്പെട്ടതാ. എന്റെ ലക്ഷ്യം നിങ്ങളുടെ ഈ സദസ്സാണ്. ഇതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ നാട് കണ്ടു. ഇതിനിടയ്ക്ക് ഏതൊക്കെ സ്റ്റേഷനിൽ എൻ്റെ വണ്ടി നിർത്തി, ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റുഭാഗവും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെന്റെ പ്രധാന ലക്ഷ്യമല്ല. ഞാൻ പോരുന്നത് ഇങ്ങോട്ടാണ്. ഇതുപോലെയാവണം നിന്റെ ജീവിതം. ഒരു വിദേശിയെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ. നിന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മുഖത്തു നോക്കി അള്ളാഹുവിന്റെ റസൂൽ ഒരു പറഞ്ഞത് നീ മറന്നുപോയോ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം അങ്ങനെ പഠിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മോളോട് ഉപദേശിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കയറി ചെല്ലുന്നുണ്ട്. ഒരു ദിവസം അള്ളാഹിന്റെ റസൂൽ ഉച്ചക്കൊന്ന് മയങ്ങിയിട്ടുണ്ട്. അവിടെ കയറി ചെന്നപ്പോൾ ആ റൂമിൽ ഹബീബായ നബി തങ്ങൾ ഒരു ഈത്തപ്പന ഇല വെട്ടിയിട്ടിട്ട്, ഓല വെട്ടിയിട്ടിട്ട് അതിൽ കിടന്നുറങ്ങുകയാണ്. ഒരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ട്. തോല് ഉറക്കിടാൻ ഉപയോഗിക്കുന്ന രൂക്ഷ സ്വഭാവമുള്ള കുറച്ച് ഇലകളുണ്ട്. മറ്റൊരു സാധനവും ആ റൂമിലില്ലായിരുന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ കരഞ്ഞു. ഏങ്ങല് കേട്ട് മുത്തറസൂൽ ഉണർന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമർ ഫാറൂഖ് തങ്ങൾ പറയാണ്, ഇസ്രയും കൈസറും എന്തൊരു സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. വെഞ്ചമരം വീശാൻ അർദ്ധനഗ്നകളാകുന്ന സ്ത്രീകൾ, മെനുമെനുത്തപ്പെട്ടവത്തകൾ, ചുറ്റുഭാഗവും കാവൽക്കാർ, എല്ലാവിധ ഫലങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ഊട്ടുപുര. ഇത്രയൊക്കെ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ നായകരാകുന്ന അങ്ങ് ഈത്തപ്പനയുടെ ഓലയിൽ കടന്നുറങ്ങിയിട്ട് അവിടുത്തെ പുറത്ത് ഈത്തപ്പനയുടെ ഇർക്കിളിന്റെ അടയാളം വന്നത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ചേർത്ത് നിർത്തി അന്ന് പറഞ്ഞത് അമാതറുല്ലാ ഉമർ, അങ്ങേക്ക് ഇഷ്ടല്ലേ ഉമറെ അവരുടെയൊക്കെ ലോകം ഇവിടെ തന്നെ അവസാനിക്കുന്നതും നമ്മുടെ ആനന്ദവും സന്തോഷവും നാളെ മുതൽ ആരംഭം കുറിക്കുന്നതും താങ്കൾക്ക് ഇഷ്ടല്ലേ? അവരുടേത് നൈമിഷികമായി അവസാനിച്ചു പോകുന്നതും നമ്മുടേത് നിത്യമായി നിലനിൽക്കുന്നതും യൗമുൽ ഖുലൂദ്, നിത്യതയുടെ ലോകം എന്ന ഖുർആൻ ആഖിറത്തിനെ കുറിച്ച് പറയുന്നത്, അത് അങ്ങയെ സംതൃപ്തനാക്കുന്നില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ അനുഭവം വെച്ച് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു ഈത്തപ്പനയുടെ നേരിയ നിഴലിൽ മനോഹരമായി കടന്നുറങ്ങി. ജൂതന്മാരെ ഏൽപ്പിച്ചിട്ട് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരാൾ വരുന്നുണ്ട്. തേജസ്വിയായ ഒരു ചെറുപ്പക്കാരൻ പച്ച മണലിൽ ഇങ്ങനെ കടന്നുറങ്ങുന്നത് അദ്ദേഹം കാണുന്നു. ആ സമയത്ത് ഈ ആള് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കോട്ട കണ്ട് കൊട്ടാരം തെരഞ്ഞു വരികയാണ്. എന്നിട്ട് വേണം ഉമറുൽ ഫാറൂഖ് തങ്ങളെ അപായപ്പെടുത്താൻ എന്നും കരുതിയിട്ട് തേജസ്വിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ പച്ചക്ക് മണലിൽ കടന്നുറങ്ങുന്നു. ഇദ്ദേഹത്തെ വിളിച്ചോണത്തി ഇദ്ദേഹം. എന്നിട്ട് ഒന്ന് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ രാജാവാകുന്ന മഹാരാജാവാകുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ജീവിക്കുന്ന കൊട്ടാരം, സംവിധാനം? അദ്ദേഹം അങ്ങനെ ചോദിച്ചു, എന്തേ വേണ്ടു, എന്തേ പറ്റി? അല്ല, എനിക്ക് ഉമറിന്റെ കോട്ടയാണ് കിട്ടേണ്ടത്, ഉമർ പാർക്കുന്ന കൊട്ടാരാണ് എനിക്ക് കിട്ടേണ്ടത്. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് കണ്ണും തിരുമ്പിയിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണല്ലോ താങ്കൾ അന്വേഷിച്ചു വരുന്ന ഉമറുൽ ഫാറൂഖ്. അദ്ദേഹം ഞെട്ടിപ്പോയി. തന്റെ രാജാക്കളെ അയാൾക്ക് അറിയാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയും അതിലേറെയുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടെയാണ് അവർ താമസിക്കുന്നത്. പക്ഷേ ഈ മദീനയുടെ മഹാരാജാവിത പച്ചമണലിൽ ഒരു കാവൽക്കാരൻ പോലുമില്ലാതെ മനോഹരമായി കടന്നുറങ്ങുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് ആ മനുഷ്യന് മനസ്സിലായി. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് ചരിത്രം. അത് കാലം എന്തായിട്ടുണ്ട്? ഷർങ്ങക പക്ഷികൾ എന്നും പറഞ്ഞ ONV കുറുപ്പിനൊരു കവിതയുണ്ട്. അതിന്റെ ആരംഭം തന്നെ മനസ്സറിഞ്ഞൊന്നുറങ്ങിയ യാമങ്ങളിൽ എന്നോ അവസാനിച്ചു പോയി. ഇനി നമ്മിൽ ഒരാളുടെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങൂ എന്നും പറഞ്ഞിട്ടാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ മനോഹരമായി ഉറങ്ങി. സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായിട്ട് മണലിൽ കിടന്നുറങ്ങി. നമ്മൾ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അടിപൊളിയുടെ ആളുകളായി വന്നപ്പോ എല്ലായിടത്തും അവഗണനയും തുടങ്ങി. എന്താണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇസ്ലാമിന്റെ നിർവചനം? നേരത്തെ നമ്മൾ അവിടുന്ന് തുടങ്ങി വരണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിലാക്കുക, പൂർവികരാകുന്ന ഈ മഹാന്മാരോട് ചേർന്ന് നിൽക്കലാണ് ഇസ്ലാം. പൂർവികരാകുന്ന മഹാന്മാരോട് ചേർന്ന് നിൽക്കലാണ് ഇസ്ലാം. 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിൽ ഇസ്ലാമിന്റെ നിർവചനം പറയുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നീ നയിക്കണമേ, നിലനിർത്തി തരണമേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഗൈരിൽ മഗ്ളൂബി അലൈഹിം, നിന്റെ ദേഷ്യത്തിന് വിധേയരായവരല്ല. വലദ്ദാല്ലീൻ, ഇടക്ക് വെച്ച് വഴിതെറ്റിപ്പോയവരുമല്ല. ഇസ്ലാമിന്റെ ഹാരം ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നു എന്നും പറഞ്ഞ് ഷഹാദത്ത് കൽമ ചൊല്ലിയിട്ട് വേറെ ആദർശം പ്രസ്ഥാനം രൂപീകരിച്ചവരല്ല എന്നർത്ഥം. ആരാണ് ഈ പൂർവികർ? ആരോടാ ചേർന്ന് നിൽക്കേണ്ടത്? ഇതിന്റെ വിശദീകരണം എന്ന വിധം പണ്ഡിതന്മാർ പഠിപ്പിച്ച മറ്റൊരു സൂക്തമാണ് സൂറത്തു അന്നിസാഇന്റെ 69-ാമത്തെ വചനം, 64-ാമത്തെ വചനം. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീൻ അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്ദിഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. സുദ്ദീഖുമാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അംബിയാക്കൾ, ഇവരുടെ പാതയിൽ ആരുറച്ചു നിൽക്കുന്നു അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് യഥാർത്ഥ ഇസ്ലാം. ഈ ആയത്തിറങ്ങാൻ തന്നെ കാര്യം എന്താണ്? ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണ്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. നബിയെ കാണാതെ ഇരിക്കാൻ അദ്ദേഹത്തിന് തീരെ സാധ്യമല്ലായിരുന്നു. മഹാനുഭാവൻ ഒരു ദിവസം വളരെ സങ്കടത്തോടുകൂടെ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ സദസ്സിലേക്ക് വരുന്നുണ്ട്.
ഹബീബായ റസൂൽ തങ്ങൾ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ. മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഒരു ചിന്തയിൽ കുടുങ്ങി. ഞങ്ങളെങ്ങാനും മരിച്ച് സ്വർഗത്തിൽ എത്തിയെന്ന് സങ്കല്പിക്കുക, ഞങ്ങളെങ്ങാനും മരിച്ച് സ്വർഗത്തിൽ എത്തിയെന്ന് സങ്കല്പിക്കുക. അതത്രേ പറയാൻ പറ്റുള്ളൂ. ചില ആളുകളൊക്കെ ഇപ്പോ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പുറത്തു വന്ന ചില ഇസ്ലാമിന്റെ ആത്മീയമായ സംഗതികളുണ്ട്. മതം വിടണം, സ്നേഹം പ്രചരിപ്പിക്കണം എന്നൊക്കെ പറയണമല്ലോ സൂഫികൾ. ചിലപ്പോ ശ്രദ്ധപ്പെട്ട് കാണും. തോളിലൊക്കെ ഒരു കാവ്യ ഷാളൊക്കെ ഇട്ട് ഞങ്ങൾ അഖിലേന്ത്യാ സൂഫി അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുകയാണ്, ഇനി മുതൽ മതം വിട്ടിട്ട് സ്നേഹം വിളമ്പാൻ പോകുക എന്നും പറഞ്ഞിട്ട് മതം വിട്. അങ്ങനത്തെ മതത്തിലൂടെ ജീവിച്ച് മതത്തിന്റെ സമ്പൂർണതയിലേക്കുള്ള പ്രയാണമാണ് ഈ തസവുഫ്. എന്നിട്ട് പറയാ, കുറെ ആളുകൾ പത്രസമ്മേളനം നടത്തിയിട്ട് മതം വിടണം, മുഹമ്മദ് നബി ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്നതല്ല സ്നേഹം പ്രചരിപ്പിക്കാൻ വന്നതാണ്. ഒരൊറ്റ തേമ്പൽ കൊടുക്കണം. പരിശുദ്ധ സൂറത്ത് ആൽ ഇംറാന്റെ 18-ാം വചനം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മാത്രം സ്വീകാര്യം. അതേ അധ്യായത്തിന്റെ 85-ാമത്തെ വചനം, അതേ അധ്യായത്തിന്റെ തന്നെ 115-ാം വചനം, 85-ാമത്തെ ആയത്ത് ഇസ്ലാമി ദീനെന്നാണ്. എനിക്ക് ആ തുടക്കം കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായി സ്വീകരിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് അഖില കേരള സൂഫി അസോസിയേഷന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് കുറെ ആളുകൾ കോലം കെട്ടി വന്നിട്ട് പറയാ മതം വിടണം, മുഹമ്മദ് നബി ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്നതല്ല സ്നേഹം പ്രചരിപ്പിക്കാൻ വന്നതാണ്. സ്നേഹം പ്രചരിപ്പിച്ചതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല മുത്ത് റസൂൽ. പ്രാണികളോട് പോലും, മൃഗങ്ങളോട് പോലും, ജന്തുവർഗങ്ങളോട് പോലും സ്നേഹിക്കാൻ, സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കാൻ അനുഭവം പറഞ്ഞു. എന്നുവെച്ചാൽ ഇസ്ലാമില്ല, ഇസ്ലാമിനെ വിടണമെന്നോ, ഇസ്ലാമില്ലാത്ത സ്നേഹം വിതരണം ചെയ്യണമെന്നോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഴിപിഴപ്പിക്കാനുള്ള ശൈത്താന്മാർ പല രീതിയിൽ വരുമെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാ അധ്യാപനങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിൽ ഏറ്റവും നല്ല സൂക്ഷ്മതയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഈ ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ. എന്നിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തറസൂലിന്റെ നിരവധി വർഷത്തെ ഖാദിമായ മഹാനുഭാവൻ അള്ളാഹുവിന്റെ റസൂലരുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞങ്ങൾ സ്വർഗത്തിലെത്തുമോ ഒരു ഉറപ്പില്ല. നമ്മുടെ നാട്ടിലെ കുറെ സൂഫി കോലക്കാര് പറയാണ്, മുൻകഴിഞ്ഞൊരു സിനിമാ നടനെ കുറിച്ച് മൂപ്പരൊക്കെ സ്വർഗത്തിലാണ്. ഇങ്ങനെ എല്ലാവിധ ഗോഷ്ഠികളും നടക്കുന്ന സമയത്ത് എന്താണ് ഇസ്ലാം എന്നതിനെ കുറിച്ച് ഖുർആനിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ് ഇസ്ലാം. ഏതാ നീ അനുഗ്രഹിച്ചവരുടെ പാത? സിറാത്തല്ലദീന അൻഅംത അലൈഹിന്റെ വിശദീകരണമായി സൂറത്തുൻ നിസാഇൽ തന്നെ സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നത് അത് പ്രവാചകന്മാരുടെ പാതയാണ്, പൂർവിക മഹാന്മാരുടെ പാതയാണ്, താബീങ്ങളുടെ മാർഗമാണ്, മദ്ഹബിന്റെ ഇമാമുമാരുടെ മാർഗമാണ്. ഇതിൽ നിന്ന് മാറി നിന്നാൽ പരിശുദ്ധ ഇസ്ലാം സ്വായത്തമാക്കാൻ സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ പൂർവികരുടെ ചരിത്രം മൊത്തം പരിശോധിച്ചു നോക്കും. ഞാൻ തുടക്കത്തിൽ ഓതി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് നൽകുന്ന ഉപദേശം, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ ഉപദേശം കിട്ടിയ മക്കളിൽ പ്രധാനിയാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മരണമെത്തുന്ന സന്ദർഭത്തിൽ ആ മരണത്തെ മനോഹരമായി സ്വീകരിക്കാൻ അവർക്കൊക്കെ സാധിച്ചു. എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ആ മരണത്തെ സ്വീകരിക്കാൻ അവർക്കൊക്കെ എത്ര സന്തോഷത്തോടെ സ്വാധീനിച്ചു. മഹാനായ ഇമാമുന ഗസാലി തങ്ങൾ ഒതുവെടുത്ത് മോഹൻ തീരുവോളം നിസ്കരിച്ച് ഭാര്യനെ വിളിച്ച് ഇടപാടുകളൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മൾ തമ്മിലുള്ള വിഷമങ്ങളൊക്കെ പുറത്തുക്കണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്ത് സന്തോഷത്തോടുകൂടെ നിന്നെക്കുറിച്ച് ഞാൻ 100% സംതൃപ്തനാണെന്ന് അവർക്ക് നല്ല വർത്താനൊക്കെ പറഞ്ഞുകൊടുത്ത് ഇനി പൊയ്ക്കോളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചില ആളുകൾ എന്നെ സന്ദർശിക്കാൻ വരുന്നു എന്നും പറഞ്ഞിട്ട് ഭാര്യയെ വീടിനകത്തേക്ക് പറഞ്ഞയച്ച് എത്ര സുന്ദരമായാണ് മരണപ്പെടുന്നത്. ഇമാമുന ഗസാലി തങ്ങളുടെ മരണാനന്തരം ചില പ്രമുഖരാകുന്ന പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂൽ വരെ സ്വപ്നം കാണുന്നുണ്ട്. മുഹമ്മദ് ഗസാലി തങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാ പരലോകത്ത് ഒരുക്കിയത് എന്ന് അവര് ആ കിട്ടിയ ചാൻസിൽ മുത്തറസൂലിനോട് സംശയം ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ഏറ്റവും നല്ലൊരു ഗുണം, ഹബീബായ നബി തങ്ങൾ പറയാണ്, ഞാൻ ഈസാ നബിയെ വിളിച്ചു,
മൂസാ നബിനെ വിളിച്ചു. ഗസാലി ഇമാമിന്റെ ആത്മാവുമായി കാരുണ്യത്തിന്റെ മാലാഖമാർ കടന്നു വരുമ്പോ ഞാൻ ഈ പൂർവികരാവുന്ന മഹാപ്രവാചകന്മാരൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ കൂട്ടത്തിൽ ഈ വരുന്ന ആത്മാവിന് തുല്യം വെക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇല്ലേ ഇല്ല എന്ന്. അങ്ങനെ ഇമാമുന ഗസാലി തങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കാൻ അവരും എൻ്റെ കൂടെ നിന്നു എന്ന് മനായ കോടമ്പുഴ ബാവസ്ഥാദിന്റെ വഫയാത്തുൽ അബ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. പൂർവിക ഗ്രന്ഥങ്ങളിൽ നിന്നും എത്ര മനോഹരമായിട്ടാണ് അവർ മരണത്തെ സ്വീകരിച്ചത്. മുത്തറസൂലിന്റെ ജീവിതകാലത്ത് ദീനിനു വേണ്ടി ധാരാളം അധ്വാനിച്ച് മരണസന്ദർഭത്തിൽ യമനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റസൂലിന്റെ നിർദ്ദേശപ്രകാരം ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരണത്തിനെ സ്വീകരിക്കുന്ന ഒരു രംഗണ്ട്. മർഹബല്ലിൽ മൗത്ത് മർഹബല്ലിൽ ഹബീബ്, മരണമേ സ്വാഗതം. മരണത്തിന്റെ മലാക്കയാകുന്ന സഹോദരൻ കൂട്ടുകാരൻ അസ്റായീലേ സ്വാഗതം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനൊക്കെ കൂട്ടുകാരെന്ന് വിളിക്കാൻ, ഹബീബ് എന്ന് വിളിക്കാൻ, സ്വാഗതം ചെയ്യാൻ ഇത്തിരി ധൈര്യമൊന്നും പോരാ. അവിടത്തേക്ക് അറിയാം താൻ ഇതുവരെ അധ്വാനിച്ചതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ആഖിറത്തിലേക്ക് എത്തിച്ചേരണമെന്ന്. ആ ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് മരണമാണെന്ന്. തന്റെ ജീവിതം കൗണ്ട് ഡൗൺ ചെയ്യുമ്പോ തന്റെ ബുദ്ധിയും ആരോഗ്യവും ഉപയോഗിച്ച് ദീനീ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന്. തന്റെ ആരോഗ്യവും ബുദ്ധിയും ഉപയോഗിച്ച് ദീനിന് എതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. യമനിൽ അവിടെ നിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഭീകരമായൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. ഹബീബായ റസൂൽ തങ്ങൾക്ക് എന്തോ അപായം സംഭവിച്ചിട്ടുണ്ട്, അതൊരു പൊയ്ക്കിനാവായിരിക്കും എന്ന് കരുതി ആശ്വസിച്ച് അദ്ദേഹം പിന്നെയും കടന്നുറങ്ങാൻ ശ്രമിച്ചു. ഉറക്ക പിടിച്ചപ്പോൾ പിന്നെയും അതേ സ്വപ്നം കണ്ടു. അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഇടയില്ലെന്ന് ആശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെയും ഉറങ്ങി. അതേ സ്വപ്നം ആവർത്തിച്ചു കണ്ടു. ഞെട്ടി ഉണർന്നു. തന്റെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ കുറെ അധ്യായങ്ങളുടെ ഒരു 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 സമാഹാരം ഉണ്ടായിരുന്നു മഹാനുഭാവന്റെ കയ്യിൽ. അത് തുറന്ന് ആദ്യമായി നോക്കുന്നത് ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് മരിക്കും, അവരെല്ലാവരും മരിക്കും. ഇത് കണ്ട മാത്രയിൽ മുആദ് ഇബ്നു ജബൽ തങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. വാ മുഹമ്മദാന്നും പറഞ്ഞ് നട്ടപ്പാതിരക്ക് യമനിൽ നിന്ന് മദീനയിലേക്ക് ഓടി. മദീനയിലേക്ക് എത്തുമ്പോഴേക്ക് 2-3 ദിവസമായിട്ടുണ്ട്. ആദ്യം തന്നെ കണ്ടയാൾ ചോദിച്ചു, അല്ല മുആദ് ഇപ്പഴേ വരുന്നു, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട് മറവ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന്. അദ്ദേഹത്തിന്റെ കരച്ചിലിന് ശക്തി കൂടി. യമനിലേക്ക് പറഞ്ഞയക്കുമ്പോ ഇനി താങ്കൾ മദീനയിലേക്ക് വരുമ്പോ എന്റെ പള്ളിയുടെയും ഖബറിന്റെയും അരികിലൂടെ നടക്കേണ്ടി വരുമെന്ന് മുത്തറസൂൽ മുമ്പേ പ്രവചിച്ചത് അങ്ങനെ പുലർന്നിരിക്കുന്നു. മഹാനുഭാവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തെത്തി പൊട്ടിക്കരഞ്ഞു. അല്ലാതെ വിഷമിച്ചുകൊണ്ട് ദുആ ചെയ്തിരുന്നു. ഇനി റസൂലിന്റെ വീട്ടിലേക്കൊന്ന് പോകാന്ന് കരുതിയിട്ട് മഹാനുഭാവനെത്തി. ഫാത്തിമ ബീവി മറയുടെ അപ്പുറത്തുനിന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങൾക്ക് സന്തോഷം പറഞ്ഞു കൊടുത്തു. എന്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് അവസാന സന്ദർഭങ്ങളിൽ മുആദത്തുമെന്നും എന്റെ സലാം പറയണമെന്നും ഏൽപ്പിച്ചിട്ടുണ്ട്. പുണ്യപ്പൂമാൻ ഹബീബിന മുഹമ്മദുർ റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ പോലും തന്നെ ഓർത്ത സായുജ്യത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് തന്നെ മടങ്ങിപ്പോരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അപ്പടി സ്വീകരിച്ച് ദീനിനു വേണ്ടി കഠിനമായി അധ്വാനിച്ച് യമനിന്റെ പ്രാന്തങ്ങളിലൂടെ രാപ്പകലില്ലാതെ ചുറ്റി നടന്ന് പരിശുദ്ധ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്ത മഹാനുഭാവൻ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. പിൽക്കാലത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അബൂലുലയുടെ കുത്തേറ്റ് മരിക്കാൻ കിടക്കുന്നു. അർദ്ധബോധാവസ്ഥയിൽ പലപ്പോഴൊക്കെ ബോധം വരുന്നു, ചിലപ്പോഴൊക്കെ കണ്ണടക്കുന്നു. സഹാബികളിൽ പ്രമുഖരൊക്കെ വന്നു. ഞങ്ങൾക്കൊരു ഖലീഫയെ നിശ്ചയിച്ചു തരണമെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ആവശ്യപ്പെട്ടു. മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ നിശ്ചയിക്കുമായിരുന്നു, പക്ഷേ മുആദ് ഇബ്നു ജബൽ മരണപ്പെട്ടു പോയല്ലോ. മുആദ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഖലീഫയായി മുആദിനെ നിയോഗിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് കൈമാറി തന്ന ദീൻ അർഹമായൊരു കരങ്ങളിൽ സുഭദ്രമായി ഏൽപ്പിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് റബ്ബിന്റെ മുമ്പിൽ ഉമർ അഭിമാനം പറയുമായിരുന്നു. പക്ഷെ മുആദ് മരിച്ചുപോയി. അതുകൊണ്ട് നിങ്ങൾ യോഗം കൂടണം, നിപുണനായ ഒരാളെ സ്വീകരിക്കണം. എത്രമേൽ മഹത്വത്തിലേക്ക് മുആദ് ഇബ്നു ജബൽ തങ്ങളെത്തി. ഇவ்விധം ദീനിയായി ജീവിച്ചതുകൊണ്ടാണ് മർഹബല്ലിൽ മൗത്ത്, മരണമേ സ്വാഗതം, മർഹബല്ലിൽ ഹബീബ്, മരണത്തിന്റെ മാലാക്കയാകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ സ്വാഗതം എന്ന് മഹാനുഭാവന് സ്വാഗതം ചെയ്യാൻ കഴിയുന്നത്.
എല്ലാ പൂർവികരും ഈ ഒരു ആത്മീകമായ പ്രഭാവത്തിലാണ് ജീവിച്ചത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണ സന്ദർഭത്തിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥന നടത്തുന്നു. സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ വചനത്തിൽ കാണാം ദീർഘമായ ഒരു സൂക്തം. അവസാനം തവഫനി മുസ്ലിമൻ വ അൽഹഖനി ബിസ്വാലിഹീൻ, പടച്ചവനെ മുസ്ലിമാക്കി മരിപ്പിക്കണം, എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തിത്തരണം. എന്തേ? അതാ ഇസ്ലാം. മുസ്തഖീം, നേരായ പാതയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഏതാ നേരായ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ പാത. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാത, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെയും പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പ്രബോധകരാകുന്ന വലിയ വലിയ പണ്ഡിതന്മാരുടെയും പാത, അല്ലാഹുവിന്റെ റസൂലിനെ അപ്പടി അനുഗമിച്ചവരുടെ പാത, പിൽക്കാലത്ത് റിഫായി ഷെയ്ഖ് തങ്ങളുടെ പാത, പിന്നീട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ പാത, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച പാത, അതിൽ എന്നെ ചേർത്തി നിർത്തിത്തരണം. ഇത് തന്നെയാണ് മഹാപ്രവാചകർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളും പ്രാർത്ഥിച്ചത്. സൂറത്ത് ശുറാന്റെ 83-ാമത്തെ വചനം, റബ്ബി ഹബ്ലി ഹുക്മൻ, പടച്ചവനെ എനിക്ക് വിജ്ഞാനം നൽകണം, വ അൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ എന്നെ ഒന്ന് ചേർത്തി തരണം. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തി തരണം. ഈ പരമ്പരയെ എവിടെ വെച്ച് നമ്മൾ വെട്ടിമാറ്റുന്നോ അവിടെ വെച്ച് നമ്മുടെ അധപ്പതനം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ വെച്ച് പരിശുദ്ധ ദീനിൽ നമുക്ക് ഇത്തിരി സംശയം വന്നു തുടങ്ങിയോ അവിടെ വെച്ച് നമ്മുടെ എതിരാളികൾ നമ്മളെ തോപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഐക്യത്തിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമാവില്ലെന്നും നിൽക്കുന്ന ഐക്യം ആദർശബദ്ധമായിരിക്കണമെന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക. ഖബർ സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? കുറെ ആളുകൾക്ക് ഭയങ്കര പ്രശ്നം. നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ചില മാഗസിൻസ് ഒക്കെ. അതിലെന്താ എഴുതിയത്? അത് ജൂതന്മാരുടെ സംസ്കാരമാണ്. കാര്യപൂർത്തീകരണത്തിന് വേണ്ടി ഏതെങ്കിലും മഹാത്മാവിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോയാൽ ദീനൊന്ന് പുറത്താവും എന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പല ആളുകളും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അബൂ ഹനീഫത്തുൽ കൂഫിയുടെ ഖബറിന്റെ അടുത്തെത്തും, ഞാൻ നിസ്കരിക്കും. അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥന നടത്തും. അതോടുകൂടെ എൻ്റെ ആവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ടാകും. താരീഖ് ബഗ്ദാദ് അടക്കം അനവധി ഗ്രന്ഥങ്ങളിൽ എന്തിനാ ഇമാം ഷാഫി തങ്ങളുടെ വാക്കുദ്ധരിക്കുന്നത്? നമ്മളൊക്കെ തോറ്റു പോട്ടെ എന്ന് കരുതിയിട്ടാണോ? നമ്മളൊക്കെ നശിച്ചു പോട്ടെ എന്ന് കരുതിയിട്ടാണോ? ആവശ്യ പൂർത്തീകരണത്തിന് ഏതെങ്കിലും മഹാനുഭാവന്റെ ഖബറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ജൂത നസാറാക്കളുടെ പരിപാടിയാണെന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണതാണ് എന്നും നിർലജ്ജം കേരളത്തിൽ കുറെ ആളുകൾ എഴുതിയും പറഞ്ഞും നടക്കുമ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് സ്വകാര്യമായിട്ട് മൂപ്പര് സിയാറത്തിന് പോയിട്ട് കാര്യം നേടി പോന്നാൽ അത് മിണ്ടാതിരുന്നൂടെ? ഈ സമൂഹത്തെ മൊത്തം പഴപ്പിക്കാൻ വേണ്ടി മഹാനുഭാവൻ അത് ഉറക്കെ പറയേണ്ടതുണ്ടോ? നിരവധിയായ പൂർവിക പണ്ഡിതന്മാർ അത് ഉദ്ധരിക്കേണ്ടതുണ്ടോ? ആരാ? ഇമാം ഷാഫി തങ്ങൾ 7 വയസ്സായപ്പോഴേക്ക് ഖുർആൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. 10 വയസ്സാകുന്നതിന്റെ മുമ്പ് ഇമാം മാലിക് തങ്ങളുടെ തടിച്ച ഹദീസ് ഗ്രന്ഥം മുവത്ത കാണാതെ പഠിച്ചിട്ടുണ്ട്. 14-ാം വയസ്സിൽ ബഗ്ദാദിന്റെ മുഫ്തിയായിട്ടുണ്ട്. നമ്മുടെ മക്കൾ 9-ാം ക്ലാസ് പഠിക്കുന്ന പ്രായം, നമ്മുടെ പിള്ളേർ 9-ാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിൽ ബഗ്ദാദിന്റെ മുഫ്തിയായിട്ടുണ്ട്. മുഫ്തി എന്നൊക്കെ പറഞ്ഞാൽ ഫത്വൽമീ മറിച്ചെടുത്ത് നിസ്കാരത്തിന്റെ ഫർളുകൾ 14 എന്ന് പറഞ്ഞു കൊടുക്കലാണോ? അല്ലല്ല, ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച് അതിൽ നിന്ന് മസ്അല നിർദ്ധാരണം ചെയ്തു കൊടുക്കുന്ന അവസ്ഥ. അൽ ഖാലി അൽ മുജ്തഹിദ് എന്ന് പറയണില്ലേ, ആ അവസ്ഥ. ഖാലി എന്ന് പറഞ്ഞാൽ മത നിയമങ്ങൾ ഗവേഷിച്ചറിയാൻ പറ്റുന്നയാളാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ അവസ്ഥ. 14-ാമത്തെ വയസ്സിൽ 10 ലക്ഷത്തിലധികം ഹദീസുകൾ കാണാതെ പഠിച്ചു. 10 ലക്ഷത്തിലധികം. 1 ലക്ഷം ഇതുവരെ എണ്ണിയൊരു സഹസ്രാരെങ്കിലും ഉണ്ട്? 1 ലക്ഷം. 1 ലക്ഷം എന്ന് പറഞ്ഞവരല്ല, 1, 2, 3, 100, 1000, 10,000, 20,000, അങ്ങനെ 50,000, അങ്ങനെ എണ്ണി 50,001, 50,002, ഇങ്ങനെ പോയിട്ട് 1 ലക്ഷം ഇതുവരെ എണ്ണിയോല ആരെങ്കിലും സഹസ്രമുണ്ടോ? ഒരാളുണ്ടാവില്ല, 100% എനിക്ക് ഉറപ്പാണ്. നമ്മൾ 1 ലക്ഷം എണ്ണിയിട്ടുണ്ടാവും. 5,000-ന്റെ 2 കെട്ട് എണ്ണിയിട്ടുണ്ടാവും. 5,000, 1, 2, 3, 100, 50,000, 5,000, 1, 2, 3, 4, 1 ലക്ഷം. ഇങ്ങനല്ലാതെ 1 ലക്ഷം ഇതുവരെ 800 സഹസ്രമുണ്ടോന്ന് ഇല്ല.
എന്നിട്ടാണ് 10 ലക്ഷം ഹദീസ് കാണാതെ പഠിക്കണത്. ഹദീസ് പറഞ്ഞ ഒരു ലെറ്റർ അല്ല, ഹദീസ് എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ല, നേരെ മറിച്ച് ചില ഹദീസ് ഒരു പേജ് ഉണ്ടാകും, അതടക്കം, അതിന്റെ സനദടക്കം, നിവേദന പരമ്പരയടക്കം, ആ പരമ്പരയുടെ ഓരോ വ്യക്തിയുടെയും A to Z ചരിത്രമടക്കം. ആർക്ക് സാധ്യമാണത്? ഇത്രമേൽ വിജ്ഞാനത്തിന്റെ മഹാസാഗരത്തിൽ ഊളിയിട്ടാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോ ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് മൂപ്പരാൾക്ക് ദീൻ അറിയാതെ അബദ്ധം പറഞ്ഞു പോയോ? മൂപ്പരാള് ദീൻ അറിയാതെ അബദ്ധം പറഞ്ഞോ? നമ്മളെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് കുറു എന്ന് പറയുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഈമാനിന് ലോപം വരുന്നുവെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഓരോ കാര്യം നമുക്ക് അങ്ങനെ തന്നെ പരിശോധിച്ച് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിരന്തരമായി ഇസ്തിഗാസ, സഹായാർത്ഥന നടത്തുമായിരുന്നു മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. ആരാ മൂപ്പരാള്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ ശിഷ്യൻ, താബിഈ പ്രമുഖൻ. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ 19 റാവിയായിട്ട് ഉദ്ധരിച്ചയാൾ. സദമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ പൗരുഷ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്ര സങ്കീർണമൊന്നുമല്ല. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിന്റെ റാവിമാരെന്ന് പറഞ്ഞാൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാ. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അള്ളാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യൻ അത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തന്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തന്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇന്ന ഹദീസ് ലഭ്യമായി. മഹാനുഭാവൻ തന്റെ സഹീഹുൽ ബുഖാരിയിൽ അത് രേഖപ്പെടുത്തി. ഈ ഉമർ റളിയല്ലാഹു അൻഹു മുതൽ ഇമാം ബുഖാരി തങ്ങൾ വരെ ഈ ഹദീസ് കൈമാറി വരുന്ന ഈ ചെയിൻ ഉണ്ടല്ലോ, ഇതിനാണ് റാവിമാര് എന്ന് പറയുന്നത്. ഇതിൽ ഓരോരുത്തരും ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹിലുള്ള ഹദീസ് റിവായത്ത് ചെയ്ത ഈ റാവിമാരിൽ ഓരോരുത്തരും ഒരു ചെറിയ കറാഹത്ത് പോലും ചെയ്യാത്തവരാണ്. 4 ലക്ഷം ഹദീസിന്റെ വിശാലമായ ഓർമ്മയിൽ നിന്ന് 4000 ഹദീസ് വിവിധ മാനദണ്ഡങ്ങൾ വെച്ച് കടഞ്ഞെടുത്തതാണ് സഹീഹുൽ ബുഖാരി. ഈ ഹദീസിന്റെ പരമ്പരയിൽ കഴുതയെ എന്തോന്ന് ഭക്ഷണം ഉണ്ട് തോന്നിപ്പിച്ച് വിളിച്ചയാളെ പോലും ഇമാം ബുഖാരി തങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നല്ലോണം മനസ്സിലാക്കണം. ഏതോ ഒരാളുടെ കയ്യിൽ റസൂലിന്റെ ഒരു വചനം ഉണ്ടെന്ന് ഇമാം ബുഖാരിക്ക് അറിവിട്ടുന്നു. അദ്ദേഹം ദീർഘമായി ബുദ്ധിമുട്ടി സഞ്ചരിച്ച അയാളുടെ അടുത്തെത്തുന്നു. ഈ ഹദീസ് സ്വീകരിക്കണം. അയാൾ അടുത്തെത്തുമ്പോണ്ട് അദ്ദേഹം തന്റെ വളർത്തു മൃഗത്തെ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് വന്നപ്പോ കയ്യിലൊന്നും ഇല്ലായിരുന്നു, അതിനെ പിടിച്ച് കെട്ടിട്ടു. സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അത് ഹറാമൊന്നുമല്ല, കറാഹത്ത് പോലുമല്ല. പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്ന ഈ ഒരു ജന്തുവിനെ ഇങ്ങനെ പറ്റിക്കുന്ന ആളിൽ നിന്ന് ഞാൻ ഹദീസ് സ്വീകരിക്കൂല എന്നും പറഞ്ഞ് ദീർഘമായ ദുർഘട പാത താണ്ടി അവിടെ എത്തിയ ഇമാം ബുഖാരി തങ്ങൾ തിരിച്ചു പോന്നു. ഇത്രമേൽ റാവിമാരുടെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന ഇമാം ബുഖാരി തങ്ങൾ മനസ്സിലാക്കണേ. ഉസ്താദുമാരല്ലാത്തവർ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ വിസ്തരിച്ചു പറഞ്ഞത്. ഹദീസ് റസൂലിൽ നിന്ന് കേട്ട് ഇമാം ബുഖാരി തങ്ങൾ വരെ അത് കൈമാറി വന്ന ഉസ്താദ് പരമ്പരയിൽ ഒരാൾ പോലും കറാഹത്തും ഖിലാഫുൽ ഔല പോലും ചെയ്യാത്തവരാവാൻ ഇമാം ബുഖാരി തങ്ങൾ കഠിനമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ തന്റെ സഹീഹുൽ ബുഖാരിയിൽ 19 ഹദീസ് കൈമാറി വരുന്നത് ഈ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ആണ്. ഏകദേശം ഇതേ സൂക്ഷ്മതൊക്കെ വെച്ച് പുലർത്തിയ ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സഹീഹിൽ 30 ഇമാം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നു. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു തന്റെ സനദിൽ തന്റെ സഹീഹിൽ ഏകദേശം 200 ചില്ലാനം ഹദീസുകളുടെ പരമ്പരയിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഹദീസ് കൈമാറി കിട്ടിയവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന ആയിഷ ബീവിയുടെ ശിഷ്യനെ ഉൾക്കൊള്ളിക്കുന്നു. ആരായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ? നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിദ്വത്തുകാരും അംഗീകരിക്കുന്ന ചരിത്ര പണ്ഡിതൻ ഹാഫിദ് ശംസുദ്ദീൻ ദഹബി. അയാളുടെ സിയാറു അലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 5-ാം വാള്യം 372-ാമത്തെ പേജിൽ പറയുന്നു, ഈ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു മൂഡൗട്ടുണ്ടാകും. ഇങ്ങനെ ഇരിക്കും ദർസിനിടയിൽ. അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലോരുടെ ഖബറിന്റെ അടുത്ത് ചെല്ലും. മദീനപ്പള്ളിയിലെ മുദരിസാണ്. എന്നിട്ട് തന്റെ കബർമ ചേർത്ത് വയ്ക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടും. മടങ്ങി വരുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പ്രയാസം ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും.
ദഹബി പറയുന്നുണ്ട് ഫൗതിബ ഫീ ദാലിക്. ഈ സംബന്ധമായി ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പരിപാടി, റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോവുക, ഇടക്കിടക്ക് കവിള് വെക്കുക, സ്വകാര്യം പറയാ പോരെ, എന്താ പരിപാടി എന്ന് ചോദിച്ചു. മഹാനുഭാവൻ പറഞ്ഞു, അതേ നലി സിമാത്തുൻ, എനിക്ക് പലപ്പോഴും മൂഡൌട്ട് വരും, അങ്ങനെ എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അവരുടെ ഖബറിന്റെ അടുത്ത് ഞാൻ ചെല്ലും. അള്ളാഹിന്റെ റസൂലിന്റെ ഖബറോട്, റസൂലിനോട്, മരണപ്പെട്ട തിരുദൂതരോട് ഞാൻ സഹായം ചോദിക്കും. അവിടുന്ന് വരുമ്പോഴേക്ക് എന്റെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ടാകും. ഇദ്ദേഹം നടത്തുന്ന ഇസ്തിഗാസ, മരണപ്പെട്ട റസൂലിനോടുള്ള സഹായാർത്ഥന കൃത്യമായി ഉദ്ധരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കാരും വിദഗ്ധക്കാരും നിഷേധിക്കാത്ത ആധികാരിക ചരിത്ര പണ്ഡിതൻ എന്നവരെല്ലാവരും ഒത്തു സമ്മതിച്ച ഹാഫിദ് ശംസുദ്ദീൻ ദഹബിയാണ്. ശംസുദ്ദീൻ ദഹബിയെ നിഷേധിക്കണോ നമ്മൾ? അത് ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹും ഇമാം മുസ്ലിം തങ്ങളുടെ സഹീഹും ഒക്കെ വലിച്ചെറിയണോ? കാര്യം അതിലെ ഒരു റാവി ആരാ? ഇസ്തിഹാസ നടത്തുന്ന ആളാ. ഇവരുടെ ഭാഷയിൽ മുശിരിക്കാണ്. ഇവരുടെ ഭാഷയിൽ മുശിരിക്കാണ്. ഏത് പ്രകാരം? അള്ളാഹിന്റെ റസൂൽ ഒരു ഹദീസ് കേട്ടു. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞു. അത് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് അത് പറഞ്ഞു കൊടുത്തു. ഖാലിദ് ബിൻ വലീദ് അത് അബൂജഹലിനോട് പറഞ്ഞെടുത്തു. അബൂജഹൽ പിന്നീട് അത് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞെടുത്ത്. അങ്ങനെ പോകുന്ന ഈ ഹദീസിന് എന്തെങ്കിലും വില ഉണ്ടാവോ? ഇല്ല. എന്താ പ്രശ്നം? അതിന്റെ ഇടയിൽ ആര് വരുന്നു? കാട്ടുകള്ളൻ അബൂജഹൽ വരുന്നു, മുശരിക്കായ മനുഷ്യൻ വരുന്നു. ഈ ചങ്ങാതിമാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇസ്തിഗാസ ഒരു വട്ടം ചെയ്യുമ്പോഴേക്ക് 4 വട്ടം മുശരിക്കാകും. തനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് സഹായം തേടി വരുന്ന മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ 4000 വട്ടം മുശ്രിക്കായത് അവരുടെ ഭാഷയിൽ. അദ്ദേഹത്തെയാണ് ഇമാം ബുഖാരി തങ്ങൾ തന്റെ സഹീഹിൽ 19 ഇടങ്ങളിൽ ഉദ്ധരിക്കുന്നത്. സഹീഹ് ബുഖാരി സ്വീകരിക്കാൻ പറ്റുമോ? സഹീഹ് മുസ്ലിം സ്വീകരിക്കാൻ പറ്റുമോ? അബൂദാവൂദ് റഹ്മഹുള്ളയുടെ ഹദീസ് സമാഹാരം സ്വീകരിക്കാൻ പറ്റുമോ? ഖുർആൻ പോലും അംഗീകരിക്കാൻ പറ്റുമോ? ഖുർആൻ നമുക്ക് കൈമാറി തന്നതുപോലത്തെ ഒരു പരമ്പര ഉണ്ട്. ഹഫ്സ് ആസിം റളിയല്ലാഹു അൻഹുമയുടെ ഓത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള റാവിമാരിൽ പെടുന്ന അബൂബക്കർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്, ഖുർആൻ കൈമാറി തന്ന മഹാന്മാരിൽ പ്രമുഖൻ. അദ്ദേഹം പൊളിച്ചാൽ നല്ല സ്പ്രേയുടെ മണം വരും. സ്വാഭാവികമായും കാണുന്നവരൊക്കെ ചോദിക്കും, എന്താ അത് സ്പ്രേ അടിച്ചിട്ടാണോ അത്ര തേച്ചിട്ടാണോ വരുന്നത്? അദ്ദേഹം നയം വ്യക്തമാക്കുന്നുണ്ട് ഒരു ദിവസം, അല്ല എനിക്ക് ശക്തമായ വിക്കുണ്ടായിരുന്നു, ഒന്നും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പടച്ച് സ്വലാത്തു ചൊല്ലാൻ കഴിയാതെ, ഖുർആൻ ഓതാൻ കഴിയാതെ വല്ലാതെ ദുഃഖപരവശരായി. അങ്ങനെ ദുഃഖിച്ചുറങ്ങിയ ഒരു രാത്രിയിൽ ഹബീബായ റസൂൽ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, എന്താ ഈ വിഷാദം? ഞാൻ ചോദിച്ചു, എങ്ങനെ ദുഃഖിക്കാതിരിക്കണം? എനിക്ക് ഹദീസ് ചൊല്ലാൻ വയ്യ, ഖുർആൻ ഓതാൻ വയ്യ, സ്വലാത്തു ചൊല്ലാൻ വയ്യ, വിക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ നാകാകെ വക്രതയിൽ കുടുങ്ങിയിരിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ ഒരു വാ തുറക്കാൻ പറഞ്ഞു. ഞാൻ ആവേശപൂർവ്വം വാ തുറന്നു വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ശറഫാക്കപ്പെട്ട ഉമനീർ എൻ്റെ വായയിൽ പുരട്ടിത്തന്നു. അങ്ങനെ ബർക്കത്തൊക്കെ സഹീഹുൽ ബുഖാരിയിലൊക്കെ ഞങ്ങൾ കാണും. അവിടെ എത്തുമ്പോൾ ഞങ്ങൾ എടുത്തു ചാടുമെന്ന് കേരളത്തിലെ ഒരു പത്രക്കാരൻ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉമനീര് തേച്ചു കൊടുക്കുക, വിയർപ്പ് ബർക്കത്തിന് ഉപയോഗിക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എടുത്തു ചാടലാണ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹിന്റെ റസൂലിന്റെ മുഹിബ്ബിന് എടുത്തു ചാടാൻ കഴിയില്ല, അവൻ അവിടെ കുത്തിയിരിക്കും. അൽഹംദുലില്ലാ, ബഹുമാന്യരാവുന്ന സയ്യിദവറുകൾ വരുന്നുണ്ട്. ഇനി ഞാൻ ദീർഘിപ്പിക്കണില്ല, വേഗം തീർക്കാം. അപ്പൊ ഞങ്ങളത് എടുത്തു ചാടലാണ്. അങ്ങനെ ലോങ് ജമ്പ് നടത്തുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരഭാഗങ്ങൾ ഉമനീര് പോലെയുള്ളത് കൊണ്ട് അനുഗ്രഹം സ്വീകരിക്കുന്ന സ്വഹീഹായ ഹദീസുകൾ കാണുമ്പോൾ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് ലോങ് ജമ്പ് ചാടുന്നു. സത്യവിശ്വാസിക്ക് ചാടാൻ കഴിയില്ല, അവൻ അവിടെ കുത്തിയിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു വാപൊളിച്ചു കൊടുത്തു. സന്തോഷത്തോടുകൂടെ റസൂലുള്ളാഹി ശറഫാക്കപ്പെട്ട ഉമനീര് തേച്ചു കൊടുത്തു.
പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ എന്തൊരത്ഭുതം, വിക്ക് തീരെയില്ല. അന്ന് മുതൽ ഞാൻ വാ തുറക്കുമ്പോൾ കസ്തൂരിയുടെ സ്മെല്ല് വരുമെന്ന് മഹാനുഭാവൻ പഠിപ്പിക്കുന്നു. മരണപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സഹായം ഏറ്റുവാങ്ങിയ, സ്വീകരിച്ച, അത് അംഗീകരിച്ച, അഭിമാനപൂർവ്വം അത് തന്റെ അനുയായികളെ പഠിപ്പിച്ച ഈ മഹാനുഭാവനെ മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധ ഖുർആൻ ഡിപ്പെൻഡ് ചെയ്യാൻ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? അള്ളാഹുവിന്റെ റസൂലോരുടെ ഈ സഹായം മാറ്റി നിർത്തിയിട്ട്, ഈ സഹായം അംഗീകരിച്ച അബൂബക്കർ റഹ്മഹുല്ലയെ മാറ്റി നിർത്തിയിട്ട് ഈ ഖുർആൻ പരമ്പരയെ നമ്മൾ എങ്ങനെ അംഗീകരിക്കും? ഇവിടെയാണ് ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ആ ഒരു ഭാഗം പ്രത്യേകമായി എൻ്റെ സഹോദരന്മാർ മറക്കാതിരിക്കേണ്ടത്. പൂർവികരോട് ചേർന്ന് നിൽക്കലാണ് ഇസ്ലാം. പൂർവികരോട് ചേർന്ന് നിൽക്കലാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പറഞ്ഞു തന്നത്. യാക്കൂബ് നബി മക്കൾക്ക് നൽകിയ ഉപദേശത്തിലൂടെ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമതായി മഹാനുഭാവൻ ചോദിക്കുന്നുണ്ട്, മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഏത് ആദർശമാണ് വെച്ചു പുലർത്തുക? ഏത് ദൈവത്തെയാണ് നിങ്ങൾ അംഗീകരിക്കുക? ആ മക്കളെല്ലാവരും ഇന്ന് കേരളത്തിലെ സ്റ്റേജുകളിലും പേജുകളിലും മലിനമായ രീതിയിൽ പടച്ച റബ്ബിന്റെ പാർട്സുകൾ കണ്ടെത്താനുള്ള മത്സരം നടക്കുന്ന ഒരു കാലത്ത് അല്ലാഹുവിന്റെ കാല് കണ്ടുപിടിക്കുന്നു, കൈ കണ്ടുപിടിക്കുന്നു, പടച്ച റബ്ബ് സിംഹാസനത്തിൽ ആരൂഢനാണെന്ന് പറയുന്നു, ആസനസ്ഥനായി എന്ന് പറയുന്നു. ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ ആസനം വെച്ചു എന്നർത്ഥം. പടച്ച റബ്ബിന്റെ ഓരോ പാർട്ടും കണ്ടുപിടിക്കുന്നു. കേരളത്തിലുള്ള ഒരു പുസ്തകത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം എന്ന് പറയുന്ന പുസ്തകത്തിൽ 25-ാം പേജിൽ അള്ളാഹുവിന് ഇടതുവശത്ത് കൈകളില്ലെന്നും അഥവാ അള്ളാഹുവിന്റെ 2 കൈകളും വലതുവശത്താണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇടതുവശത്ത് കൈകളില്ല, വലതുവശത്താണ് 2 കൈകൾ. പടച്ച റബ്ബിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞത് അതല്ലേ? സൂറത്തു ശൂറായുടെ 11-ാമത്തെ വചനം, പടച്ച റബ്ബിനെ പോലെ ഒന്നുമേയില്ല. നിന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ച് എന്ത് രൂപം തോന്നുന്നോ അല്ലാഹ് അതൊന്നുമല്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാനെ ഭാഗിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഗൾഫിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഒരു മലയാള ഖുർആൻ പരിഭാഷ, അതിൽ ഏറ്റവും പുതിയ പതിപ്പിൽ അള്ളാഹുവിന് കണങ്കാല് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുവരെ ഇല്ലായിരുന്നു. അതാണ് ഇതുവരെ ഇല്ലായിരുന്നു. അള്ളാഹുവിന് കണങ്കാൽ. കണങ്കാൽ പറഞ്ഞാൽ അറിയായിരിക്കും, ഈ മുട്ടിന്റെ താഴേക്കുള്ള ഞെരിയാണിക്ക് മുകളിലുള്ള ഭാഗം. അള്ളാഹുവിന്റെ പാർട്ടുകളൊക്കെ എണ്ണി പറഞ്ഞ് വലതുഭാഗത്ത് 2 കൈകളും ഇടതുഭാഗത്ത് 1 കൈയുമില്ലാത്ത റബ്ബിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് യാക്കൂബ് നബിയോട് മക്കൾ പറഞ്ഞോ? യാക്കൂബ് നബിയുടെ മക്കൾ അങ്ങനെയാണോ പറഞ്ഞത്? ഒരു വശത്ത് വലതുവശത്ത് 2 കൈകൾ, ഇടതുവശത്ത് കൈയില്ല, പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നു, കാലുണ്ട്, കണങ്കാലുണ്ട്, ഊരയുണ്ട്, കണ്ണുണ്ട്, ആസനസ്ഥനാവാൻ ആസനമുണ്ട്, ഇങ്ങനെയുള്ള റബ്ബിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് മക്കൾ പറഞ്ഞോ? ഇല്ല. ഈ പൂർവികമായ ശ്രേണിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നവർ പിതാവിന് വാഗ്ദാനം ചെയ്തു. നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹം വാഹിദൻ. അങ്ങയുടെ പിതാവ് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, അങ്ങ് നിങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന പരമ്പരയായി ഞങ്ങൾക്ക് ലഭ്യമായ പരിശുദ്ധമായ ദൈവവിശ്വാസം ഞങ്ങൾ വെച്ചു പുലർത്തും. സൂറത്തു അൽ ബഖറയുടെ 130 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതന്നെ മൂസാ നബി ഫറവയുടെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞത്. ഫറവയുടെ കൊട്ടാരത്തിൽ പോയിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോ മൻ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ഫറവ. സൂറത്തു ത്വാഹയുടെ 50 മുതലുള്ള വാക്യങ്ങൾ. മൂസാ നബി എന്ത് മറുപടി പറഞ്ഞു? ഇടതുവശത്ത് 1 കയ്യുമില്ല, വലതുവശത്ത് 2 കൈയുണ്ട്, കണങ്കാലുണ്ട്, ആസനസ്ഥനാവാൻ ആസനുണ്ട് എന്നൊക്കെ പറഞ്ഞോ? ഇല്ല. ആരാ റബ്ബ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കളെയും പടച്ചു, എല്ലാ ജീവികളെയും ജന്തുജാലങ്ങളെയും പടച്ചു. അവയ്ക്ക് ജീവിക്കാനുള്ള പ്രചോദനം, നൈസർഗികമായ ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. പിന്നെ മഹാനുഭാവൻ ഈ ഭൗതികമായ സൗന്ദര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്, ദുനിയാവിലെ സംവിധാനങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച ഏറ്റവും ഹക്കീമായ ഒരു ക്രിയേറ്ററെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ എവിടെയും ഇന്ന് നമ്മുടെ കേരളത്തിൽ സ്റ്റേജുകളിൽ പേജുകളിൽ വലിച്ചഴക്കപ്പെടുന്ന രീതിയിൽ വിവിധങ്ങളായ അവയവങ്ങളുള്ള, കൈകാലുകളുള്ള, മറ്റു ഓരോന്നും മത്സരിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നില്ല. ഈ അള്ളാഹുവിനെ അംഗീകരിച്ച്
സാധാരണക്കാരനല്ല എന്ന് 100% ഉറപ്പിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് പാരമ്പര്യമായി ലഭ്യമായ ആദർശം മുഴുവൻ മുറുകെ പിടിച്ച് പൂർവികരാവുന്ന മഹാന്മാരോട് ചേർന്ന് നിൽക്കലാണ് ഇസ്ലാം. അതാണ് വിജയത്തിന്റെ മാർഗം. അല്ലാതെ ആര് നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചാലും ഭൗതികമായ പ്രലോഭനങ്ങളും നിയമപ്രകാരമുള്ള പ്രകോപനങ്ങളും കൊണ്ടൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ചെറിയ ചാഞ്ചല്യം പോലും സംഭവിക്കരുത്. ഇതോടെ തീരുന്നില്ല, പരിപാടി ആരംഭിക്കുന്നേ ഉള്ളൂ. ആ യാത്രയിലാണ് നമ്മളെല്ലാവരും. വാട്സാപ്പ് കണ്ട് സമയം പോകരുത്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുകയാണ്. സിനിമയിൽ കൂടിയിട്ട് സമയം പോകരുത്. ഏതാള് വന്നിട്ടും സിനിമ ഹറാമൊന്നുമല്ല എന്ന് പറഞ്ഞാലും, ഏതെങ്കിലും നടന്റെ പേരുന്നയിച്ചുകൊണ്ട് അവൻ നരകത്തിലല്ല എന്ന് പറഞ്ഞാലും, നരകത്തിലാവലും സ്വർഗത്തിലാവലും നമ്മുടെ ഏർപ്പാടൊന്നുമല്ല. ആക്കൽ നമ്മുടെ ഏർപ്പാടല്ല. പക്ഷെ സിനിമ ലളിതമാണെന്ന് ആരും വിചാരിച്ചു വരുത്. നമ്മൾ ഇന്റർവ്യൂവിന് പോവുകയാണ്, തിരിഞ്ഞു കളിക്കരുത്. നമുക്ക് കൊച്ചിയിലെത്തണം. നമ്മൾ കലൂര് തിരിഞ്ഞു കളിക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ എവിടെയും തിരിഞ്ഞു കളിക്കാൻ പാടില്ല. ഇന്റർവ്യൂ നേരിടാതെ നമുക്ക് പോകാൻ പറ്റില്ല. മൻ റബ്ബുക, ആരാ റബ്ബ്, വമൻ നബിയുക, ആരാ നബി, വമാ ഇമാമുക, എന്താണ് നിന്റെ ഇമാം, വമാ ഖിബ്ലതുക, എന്താണ് നിന്റെ ഖിബ്ല, വമൻ ഇഖ്വാനുക, വമൻ അഖവാതുക, ആരാ സഹോദരി സഹോദരന്മാർ. റസൂലിന്റെ വിശേഷണം കാണിച്ചു തന്നിട്ട് പറയും ഇതാരാണ്. അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറഞ്ഞവർ മനുഷ്യർ മരണപ്പെട്ടാൽ 1 മണിക്കൂർ കൊണ്ട് വിഘടനം തുടങ്ങുമെന്നും ദുർഗന്ധം വരുമെന്നും അത് വരാതിരിക്കാൻ 6 അടി മണ്ണിൽ മറവ് ചെയ്യുന്നുവെന്നും അള്ളാന്റെ നബി പോലും അതിൽ നിന്ന് മുക്തനല്ലെന്നും എഴുതി വെച്ചതല്ല സത്യമെന്ന് തിരിച്ചറിയണം. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് എങ്ങനെ ഞങ്ങളുടെ സലാമത്തും അങ്ങ് മരിച്ചിട്ട് ദ്രവിച്ചു പോയിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല, ഇന്നല്ലാഹ അമ്പിയാക്കളുടെ ജസദിനൊന്നും പറ്റൂല എന്ന് മുത്തറസൂൽ പറഞ്ഞ കൃത്യമായ വചനം മുമ്പിലിരിക്കെ ദുർഗന്ധം വമിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ട് മുത്തറസൂൽ തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരം മറവ് ചെയ്തുവെന്ന് എഴുതി വെക്കുന്നതല്ല ദീനെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയുക. ഞാൻ ദീർഘിപ്പിക്കല്ല, നമ്മുടെ സയ്യിദ് അവർകൾ എത്തിക്കഴിഞ്ഞു. ഇനി ദുആയും മറ്റു പരിപാടികളും നടക്കാനുണ്ട്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ പരമ്പരയിൽ അവസാനത്തെ കണ്ണികളല്ല നമ്മൾ. ഇനിയും കുറേ സമൂഹം വരാനുണ്ട്. അവർക്കൊക്കെ മാതൃകളാവാൻ നമുക്ക് കഴിയണം. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനും സാധിക്കണം. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒക്കെ സാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.